ഈ അനുഗ്രഹമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവപാദത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച തൊട്ടങ്ങളുടെ ഓരോ ദിനങ്ങൾ എത്രയോ വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. അസംഖ്യമായ ദൈവീയ പരിപാലനങ്ങൾ, നീക്കുപോക്കുകൾ ദൈവം നമുക്ക് നൽകി. നമ്മുടെ യാത്രകൾ, ഗമനങ്ങൾ, കാര്യങ്ങളുടെ പ്രവൃത്തികളെ ഒക്കെ ദൈവം സാധ്യമാക്കി തീർത്തു. എന്റെ വിശ്വസ്തകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. സങ്കീർത്തന വേദഭാഗ ചിന്തകളിൽ 34-ാം സങ്കീർത്തനമാണ് ഇന്ന് ഭാഗം നാം കടന്നു വരുവാൻ ഇടയായത്. കഴിഞ്ഞ ദിവസം 33 സങ്കീർത്തനമാണല്ലോ നാം ചിന്തിച്ചത്. 34-ാം സങ്കീർത്തനം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവഭക്തന്റെ ഹൃദയത്തെയാണ് 34-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 34-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മേഖലകളൊക്കെ പാടുകയും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ ഇരിക്കും. ഈ സങ്കീർത്തനത്തിന്റെ എഴുതിയ കാലഘട്ടങ്ങളിൽ എന്താണ് പശ്ചാത്തലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ 34-ാം സങ്കീർത്തനത്തിന്റെ ശീർഷകത്തിൽ പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ വളരെ പ്രതിസന്ധിയുടെ നാളിൽ അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വിടുതലിനെ ഓർത്ത് പാടിയ ഒരു പാട്ടാണ് ഈ 34-ാം സങ്കീർത്തനം. ഈ 34-ാം സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായവും അതിന്റെ 22-ാം അധ്യായങ്ങൾ നിങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 22-ാം അധ്യായത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന നിലയിൽ നിങ്ങളോട് സംസാരിച്ചാൽ, ശൗൽ രാജാവിനെ ഭയപ്പെട്ട് നെട്ടോട്ട് ഓടുന്ന ദാവീദ് ഒരിക്കൽ നോബിലെ പുരോഹിതനായ അഹീമേലെക്കിന്റെ അരികിൽ താൻ എത്തപ്പെടുവാനിടയായി തീർന്നു. അവിടെ താൻ എത്തപ്പെടുവാനിടയായി തീർന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ചെന്ന് താന് ഒരു വ്യാജമാണ് അവിടെ സംസാരിച്ചത്. വ്യാജമായ ഒരു കാര്യം സംസാരിച്ചു. കാരണം നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത്, നിന്റെ കൂടെ മറ്റാരും ഇല്ലയോ എന്നൊക്കെ ചോദിച്ച ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിന്റെ നടുവിൽ താൻ ഒരു വ്യാജം അവിടെ സംസാരിപ്പാനിടയായി തീർന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിനോട് രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. അവിടെ വ്യാജം പറയാണ്. നോബിലെ പുരോഹിതനായ അഹീമേലെക്കിന്റെ അരികിൽ വന്നിട്ട് അഹീമേലെക്ക് ചോദിച്ചു. 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, നീ എങ്ങനെ ഒറ്റയ്ക്ക് എന്താ വരുന്നത്, എന്താണ് ഇങ്ങനെ വരാൻ കാരണം, നീ രാജാവാണ്, എന്താണ് ഇതിന് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് നോബിലെ പുരോഹിതനോട് പറയുകയാണ്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരോടും അറിയിക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതും ഉണ്ടോ? ഒരു അഞ്ചപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇവിടെ ദാവീദ് ഒരു വ്യാജത്തോടു കൂടിയാണ് പുരോഹിതന്റെ അരികിൽ നിൽക്കുന്നത്. ശൗലിനെ ഭയപ്പെട്ടാണ് ഓടുന്നത്. പക്ഷെ വ്യാജം പറഞ്ഞ് സാഹചര്യങ്ങളുടെ നടുവിൽ നിലനിൽക്കുവാൻ താൻ ആഗ്രഹിക്കുക. വ്യാജത്തോടുകൂടെ ഒരു ആഹാര പദാർത്ഥം താൻ സ്വീകരിക്കുന്നുണ്ട്. വ്യാജത്തോടുകൂടെ അവിടെ പുരോഹിതൻ ഗോലിയാത്തിന്റെ വാള് അവിടെ കൈവശം കൊടുക്കുന്നുണ്ട്. വ്യാജത്തിലുള്ള പല കാര്യങ്ങളൊക്കെ പുരോഹിതനിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ താൻ അവിടെ ആയിരുന്ന സമയത്ത് ഏദോമ്യനായ ദേവോഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി ശൗലിന്റെ സേനാ നായകന്മാരിൽ സൈന്യത്തിൽ ഒരുവൻ പിടിക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട റൂമിലിരിക്കുക. അഹീമേലെക്ക് എന്ന പുരോഹിതന്റെ അരികിൽ ഈ ദാവീദ് വന്നിട്ടുള്ള വിവരം അടയ്ക്കപ്പെട്ട റൂമിൽ ഇരുന്നവന് അറിയുകയും കേൾക്കുകയും ചെയ്തു. ശത്രുവിനെ അറിഞ്ഞിരിക്കുക. ഇവിടെ പുരോഹിതൻ ഒരു വാള് കൊടുത്തു. ഫെലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാള്, ദാവീദ് ഇന്നലെ ജയമേറ്റെടുത്ത വാള്, പുരോഹിതന്റെ കൈവശമുണ്ടായിരുന്ന വാള് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ പുരോഹിതന്റെ നടി വന്നു. വ്യാജം സംസാരിച്ച വിവരമല്ല, ഏദോമ്യനായ ദേവോഗ് അറിഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ അവിടെ നിന്ന് രക്ഷ പ്രാപിച്ചു. ആ ശൗലിന്റെ അതിർത്തിയിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നത്.
അടുത്ത ആകീഷ് രാജാവിന്റെ അരികിൽ ഗത്തിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ഗത്ത് എന്ന് പറഞ്ഞാൽ ഗോലിയാത്തിന്റെ സ്ഥലമാണ് ഗത്ത്. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വെച്ചും തന്നെ തിരിച്ചറിഞ്ഞു ജനം. ഒരു ദൂത് പറയാ, അഭിഷേകമുള്ളവരെ എവിടെയും തിരിച്ചറിഞ്ഞു. അവരേത് കൂട്ടിലാണെങ്കിലും ഏത് കൂട്ടിനകത്ത് ഒതുങ്ങി കിടന്നാലും അഭിഷേകമുള്ളവരെ എവിടെയും തിരിച്ചറിഞ്ഞു. ഒരു ദൂത് ഞാൻ പറയാം, പന്തക്കോസുകാരൻ എവിടെ പോയാലും ഇവൻ പന്തക്കോസുകാരനാണെന്ന് മേലെഴുത്തു സ്വരൂപം കൊണ്ടറിയാം. നമ്മളെ എത്ര ഹൈഡ് ചെയ്താലും എത്ര അവൻ തലയിൽ മൂടുപറട്ടാലും ജന്മത്തിട്ട് മുതല് പോയിരുന്നാലും അവൻ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ രൂപം കൊണ്ട് അറിയാം നാം ഒരു ബന്ധക്കോസുകാരനാണെന്ന്. കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഇതേപോലെ ദാവീദ് രാജാവാണെന്നുള്ള വിവരം അഹിമേലെക്കിന്റെ അരികിലുള്ള ശൗലിന്റെ വൃത്യനായ ദേവോ പറഞ്ഞു. ഇവിടെ അടുത്ത തലം അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ അവിടുത്തെ പട്ടാളക്കാരൻ പറഞ്ഞു, അത് 22-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി, വായിക്കാൻ സമയമില്ല. ആമേൻ. ശൗല് 1000-ത്തെ കൊന്നു, ദാവീദ് 10,000-ത്തെ കൊന്നു. പട്ടാളക്കാര് ശത്രുരാജ്യം ഏറ്റുപാടാൻ പറഞ്ഞു. അവിടെ തനിക്ക് മനസ്സിലായി ഇവിടെയും നിലനിൽപ്പില്ല. അവിടെ വെച്ച് താൻ ബുദ്ധിഭ്രമം നടിച്ചു. അവിടെ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ചെറിയ മിമിക്രി ആക്ട് നടത്തി. എന്ന് പറഞ്ഞാല് അവൻ തുപ്പലെ പൊഴിപ്പിച്ച ഒരു ഭ്രാന്തനെ പോലെ അമേൻ ഭിത്തിയിലൊക്കെ എഴുതാൻ തുടങ്ങി. ഉടനെ ആകീഷ് രാജാ പറഞ്ഞു, ആ ഭാഗം താഴോട്ട് വായിക്കും മനസ്സിലാകും, ഇവിടെ ഭ്രാന്തന്മാരില്ലാത്തത് കൊണ്ടാണോ ഈ ഒരു ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്ന്. നിങ്ങൾ താഴെ വായിക്കാൻ മനസ്സിലാവും. അത് എവിടാ നിങ്ങൾ വായിക്കാൻ മനസ്സിലാവും. ഒന്ന് വായിക്കാമോ? ഇപ്പൊ പറഞ്ഞ പദം ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്താ നീ അറിയുന്നില്ലയോ? അതാ അവനെ എന്റെ അരികിൽ കൊണ്ടുവന്നത് എന്തിന്? എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാരെ കുറവുണ്ടോ? എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, അവിടെ ബുദ്ധിഭ്രമം നടിച്ചതാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ടു. വിഷയങ്ങളുടെ നടുവിലും ശത്രുവിന്റെ പാളയത്തിനകത്ത് അറിയാതെയോ അമ്മ വന്നു ഭവിക്കേണ്ട വിപത്തിന്റെ നടുവിൽ നിന്നും ദൈവത്താൽ രക്ഷ പ്രാപിച്ച ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇത് പകൽക്കാലം ഞാൻ ദൂത് പറയാം, അകപ്പെട്ടതുപോലെ ജീവിതത്തിൽ അകപ്പെട്ടു പോകേണ്ട ചില സാഹചര്യങ്ങൾ ശത്രുവായവൻ പല വല വിരിച്ച് ചാടിച്ചു പിടിക്കുവാൻ അവൻ പല പദ്ധതി മുടക്കിയ സന്ദർഭത്തിൽ നമ്മുടെ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ കരുത്ത് കൊണ്ടോ അല്ല രക്ഷപ്പെട്ടത്. ദൈവം തുറന്ന് കൃപ തോന്നി നമ്മെ വിളിപ്പിച്ചെടുത്ത ദൈവത്തിൽ ഓർത്താൽ ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാൻ കഴിയില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അങ്ങനെ ദൈവത്താൽ കൂടുതൽ ഏറ്റെടുത്ത ഭക്തൻ ദൈവസന്നിധി ഏറ്റെടുത്ത സാധുപദേശങ്ങളും മറ്റുള്ളവരോട് പറയാൻ അവൻ താൻ പഠിച്ച പാഠങ്ങളുമാണ് 34-ാം സങ്കീർത്തനം. ഈ 34-ാം സങ്കീർത്തനത്തിൽ അവൻ 4 ഭാഗമായിട്ട് 34-ാം സങ്കീർത്തനം തരംതിരിക്കാം. ഒന്ന്, ഉപദേശകനായ ദാവീദ്. അതിന്റെ 11-ാം വാക്യമാണ് ഉപദേശിക്കുന്ന ചില വാക്കുകൾ അവിടെ മനസ്സിലാക്കുന്നു. ഉപദേശകനായ ദാവീദ് 11-ാം വാക്യം, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു. അതിന്റെ 11-ാം വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ശിക്ഷിക്കുകയും ചെയ്യുന്നവനാ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച്. ഇവിടെ ദാവീദ് വന്നു ഭവിച്ച വിപത്തിയുടെ നടുവിൽ പാഠം പഠിച്ച് തന്റെ കൂടെയായിരിക്കുന്ന 1 ശമൂവേൽ 22-ാം അധ്യായത്തിൽ കടഭാരം അനുഭവിക്കുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്ന തന്റെ മൃദുഭവനക്കാരായ ഏകദേശം 600 വ്യക്തികൾ തന്റെ കൂടെയുണ്ട്. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൽ ആ ആളുകൾ ആരൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബലഹീനരായവരുണ്ട്, കടമുള്ളവരുണ്ട്, ഞെരുക്കമുള്ളവരുണ്ട്, സന്തുഷ്ടിയില്ലാത്തവരുണ്ട് എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നു കൂടിയപ്പോൾ അവൻ അവർക്ക് തലവനായി തീർന്നിട്ട് ശ്രദ്ധിച്ച് ഒരു ഉപദേശകനായി അവരോട് പറയാണ്, എനിക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? അമ്മ മക്കളെ,
ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച്. തന്റെ ജീവിതത്തിൽ പഠിച്ച പാഠം എന്താ? കുറച്ചു കാലം കഴിഞ്ഞു, എന്റെ തെളിവ് 22-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ, അല്പസമയം കഴിഞ്ഞപ്പോ ഈ വിവരം ഗത്തിനായ ദേവോഗ് ഈ വിവരം ശൗൽ രാജാവിനെ അറിയിച്ചു. പുരോഹിതനായ അഹീമേലെക്കിന്റെ കൂടാരത്തിൽ ദാവീദ് രാജാവ് വന്നു. അവന് ഗോലിയാത്തിന്റെ വാൾ കൊടുത്തു. അവൻ അഹീമേലെക്കിന്റെ പുരോഹിതൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. ആലോചന പറഞ്ഞു കൊടുത്തു. അവന് ആഹാരം കൊടുത്തു. വിവരം ഭവനത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടന്ന ദേവോഗ് ഈ വസ്തുത മുഴുവനും ശൗൽ രാജാവിനോട് വിളിച്ചറിയിച്ചു. ഇത് നിമിത്തം അവൻ നോബിലെ അഹീമേലെക്ക് എന്ന പുരോഹിതന്റെ അരികൾ ശൗൽ രാജാവ് തന്റെ സന്നാഹവുമായി അടുത്തു വന്നിട്ട് ഏകദേശം 85 പുരോഹിതന്മാരെ, അഹീമേലെക്ക് ഉൾപ്പെടെ പുരോഹിതന്മാരെ കൊന്നുകളയത്തക്കവണ്ണം ശൗൽ ആജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ന് പകൽ ദൂത് പറയാം. എന്തേ അതിന് കാരണം? ദാവീദിന്റെ ഒരു വ്യാജം പറച്ചിലാണ്. വ്യാജം പറഞ്ഞു, ദോഷം പറഞ്ഞ് അഹീമേലെക്കിന്റെ അരികൾ വ്യാജത്തോടെ നിന്നത് നിമിത്തം പരിണിത ഫലം എന്ത് സംഭവിച്ചു? 85 പുരോഹിത വൃദ്ധന്മാർ, നിരവധിയധികം പുരോഹിത വൃദ്ധന്മാർ കൊല്ലപ്പെടുവാനിടയായിട്ടുള്ളപ്പോൾ ജീവിതത്തിൽ വന്ന പാഠത്തിലൂടെ ദാവീദ് രാജാവ് പറയുന്നു, അവൻ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളുക എന്ന് തന്റെ ജനത്തോട് വിളിച്ചറിയിച്ചു. എന്താ വിളിച്ചറിയാമോ? എന്റെ ഒരു വ്യാജ വാക്കു നിമിത്തം, എന്റെ ദോഷപരമായ വാക്കു നിമിത്തം ഒരു കൂട്ടം 85 പുരോഹിതന്മാർ ഭൂമിയുടെ ഭൂപരപ്പിൽ നിന്ന് കൊല്ലപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ സമാധാനം അന്വേഷിച്ച് ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ പിന്തുടരുവാനിടയാകണം. എത്ര പേര് മകൻ അത് വിശ്വസിക്കുന്നുണ്ട്? കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് പിന്നിൽ കൊല്ലപ്പെടുന്നത് നാമല്ല, അതിന്റെ പിന്നിൽ ചില പരിണിത ഫലങ്ങളുണ്ട്. അത് ഇന്നല്ല അനുഭവിക്കുന്നത്, നാളെ അതിന്റെ പരിണിത ഫലങ്ങളുണ്ട്. കരങ്ങളിൽ കർത്താവിനെ സ്വന്തം ചെയ്താട്ട് പോരാ, ശക്തിയോടെ അബ്രഹാം ദൈവസന്നിധി വ്യാജം പറഞ്ഞപ്പോൾ അത് നിമിത്തം വന്ന പരിണിത ഫലം ലോകത്ത് തന്നെ അകന്നു പോകേണ്ടി വന്നു. അത് നിമിത്തം പറ പോലെ ദൈവം ദണ്ഡിപ്പിക്കേണ്ടി വന്നു. അത് നിമിത്തം അബ്രഹാം പറഞ്ഞ വ്യാജ നിമിത്തം തന്റെ മകനെ ഈ സഖാക്ക് വ്യാജം പറയേണ്ടി വന്നു. പകൽക്കാലം ഞാൻ ദൂത് പറയാം, നാം ചെയ്യുന്ന വ്യാജം ദോഷം അതിനൊരു പരിണിത ഫലമുണ്ട്. വിതയ്ക്കുന്നതിന്റെ കൊയ്തെടുക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാ, ജനത്തിൽ നല്ലത് വിതച്ച് നല്ലത് കൊയ്യുവാനിടയായി തീരട്ടെ. സ്വത്രം ചെയ്താട്ടെ. എവിടെയൊക്കെയാണ് ദൈവത്താൽ സംരക്ഷണം ചെയ്യപ്പെട്ട ദാവീദ്? ഗത്തിൽ ചെന്നപ്പോ ആഗീഷിന്റെ അവിടെ ചെന്നെങ്കിൽ അടിമുടി ഒന്ന് പരിശോധിച്ചാൽ, ഹലോ, അടിമുടി പരിശോധിച്ചാൽ, എല്ലാവരും ശ്രദ്ധിച്ചേ, അടിമുടി ഒന്ന് പരിശോധിച്ചാൽ അവിടുത്തെ ഗത്തിലെ രാജാവ് അഹീമേലെക്കിന്റെ പട്ടാളക്കാർ ഇവനെ അടിമുടി ദാവീദ് പരിശോധിച്ചാൽ ഗത്ത് എന്ന് പറഞ്ഞ് ഒരു വാള് പിടിച്ചേനെ. ഹലോ, അവരുടെ സേനാധിപനെ കൊന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ വെല്ലുവിളി ഉയർത്തിയിരുന്നെങ്കിൽ അവൻ അവിടെ നിലനിൽപ്പാൻ കഴിയത്തില്ല. അവിടെ എത്ര നാട്യം കാണിച്ചാലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവൻ പിടിക്കപ്പെടേണ്ട പല സാധ്യതകൾ കയ്യിലിരിക്കുമ്പോഴും, പിടിക്കപ്പെടേണ്ട പല വസ്തുതകൾ കയ്യിലിരിക്കുമ്പോഴോ, അപമാനിക്കപ്പെടേണ്ട പല വസ്തുതകൾ നിന്റെ കരത്തിലിരിക്കുമ്പോഴോ നീ പിടിക്കപ്പെടാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ മാത്രമാണ്. റാഹേലിന്റെ കയ്യിൽ ഗൃഹത്തിന്റെ ഗൃഹവിഗ്രഹമുണ്ട്. അപ്പനായ ലാബാൻ പരിശോധന ചെയ്യുന്നുണ്ട്. പക്ഷേ ലാബാന്റെ കണ്ണു മറച്ചത് എന്തിനാണെന്നറിയാമോ? റാഹേലേ, നീ രക്ഷപ്പെടാൻ വേണ്ടിയാ. ഇന്ന് പലതും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടോ, പലതും ജീവിതത്തിൽ കൈ പിടിച്ചിട്ടോ, അത് പലതും പിടിച്ചു വച്ചിരിക്കുമ്പോഴോ ഈ അവൻ തള്ളപ്പെട്ടു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞ് ദൈവത്തോട് അടുത്ത് വരെ തയ്യാറായ ദൈവം പറയുന്നു, കൃപയെന്നുറുക്കമുള്ളവരെ ദൈവം മനസ്സറിയുന്ന ദൈവമാണ്. പിശാചു വാദിക്കാനും ദൈവം വാദിക്കാനും ഒന്നും നമ്മുടെ കയ്യിൽ കാണരുത്. ശക്തിയോടെ ദൈവത്തിന് പിശാചും വാദിക്കാനും മനുഷ്യനും വാദിക്കാനും ദൈവവും വാദിക്കാനും തക്കതായി ഒന്നും കാണരുത്. അതുകൊണ്ട് ആ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു, പുറത്തു കളയേണ്ടതൊക്കെ പുറത്തു കളയണം. കരകത്തി കർത്താവിടുന്ന് സ്വത്രം ചെയ്താൽ എന്നാൽ ചിലപ്പോ ഒക്കെ രക്ഷപ്പെട്ടെന്നിരിക്കാം, ചിലതൊക്കെ ഹൈഡ് ചെയ്തെന്നിരിക്കാം, ചിലതൊക്കെ മറച്ചെന്നിരിക്കാം. കരകത്തി കർത്താവിന് സ്വത്രം ചെയ്താൽ
സ്വത്ര സ്വത്ര സ്വത്ര. പക്ഷെ എല്ലാ സമയം വില പോകത്തില്ല, എല്ലാ സമയം മറച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മെ കാണുന്നൊരു ദൈവം, ഉൾഫുകളെയും നിലവുകളെയും ദൂരത്തു നിറയുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവനുണ്ട് സകല നന്മ മരണവുമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. രണ്ടാമത്തെ ചിന്ത, ദൈവത്തിൽ പ്രശംസിക്കുന്ന ദാവീദ്. ദൈവത്തിൽ പ്രശംസിക്കുന്ന ദാവീദ്. തന്റെ പ്രശംസ എന്താ? രണ്ടാം വാക്യം, ഒരു വാക്യം നിർത്താൻ പോവുകയാണ്. എന്റെ ഉള്ളം വന്ന ഉപദേശകനായി തീർന്ന ദാവീദ്. രണ്ട്, ദൈവത്തിൽ പ്രശംസിക്കുന്ന ദാവീദ്. എന്താണ് ദാവീദ്? നിനക്ക് ദൈവത്തിൽ പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സ്തോത്രം. ദാവീദ് പറയുന്നു, പ്രശംസിക്കാനുള്ളത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയിലാണ് എനിക്ക് പ്രശംസിക്കാൻ, ദൈവത്തിന്റെ കൃപയിലാണ് പ്രശംസിക്കാൻ, ദൈവത്തിന്റെ ദയയിലാണ് പ്രശംസിക്കാനുള്ളത്. എത്ര പേർക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പല ദൈവത്തിന്റെ കരുണ അനുഭവിച്ചവർ ആ ദൈവ കരുണയിൽ നിന്ന് പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പലപ്പോഴും പ്രശംസിക്കുന്ന 4 മേഖലകൾ വചനത്തിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിന്ന് തെളിവ് തന്നിരിക്കാൻ ആഗ്രഹിക്കും. ഒന്ന്, യിരെമ്യാ പ്രവാചകൻ 9:23 വാക്യം ഒന്ന് വായിക്കണം. ഇന്ന് മനുഷ്യൻ പ്രശംസിക്കുന്ന 4 മേഖലകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ 9:23 വാക്യം. പെട്ടെന്ന് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുമ്പോൾ പ്രശംസിക്കാതിരിക്കേണ്ട ഒന്നാമത്തെ തലം ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അടുത്തത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. അടുത്തത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയാകുന്ന ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. മതി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, നാം പ്രശംസിക്കേണ്ടാത്ത മേഖലകൾ. ഒന്ന്, ജ്ഞാനം. ദൈവം എവിടെയെങ്കിലും ഒരു ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ, കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശംസിക്കരുത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ശക്തരായ നിങ്ങൾ അശക്തരുടെ ബലഹീനതയെ ചുമക്കുക, നിങ്ങളിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇത് പകൽക്കാലം ഏതെങ്കിലും തലങ്ങളിൽ, ഏതെങ്കിലും അനുഭവങ്ങളിൽ ദൈവം തന്റെ കൃപയും ജ്ഞാനവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശംസയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വയം നീതിക്കോ പ്രശംസിക്കുകയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് വിനിയോഗിക്കപ്പെട്ടാൽ നാം നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടുവാൻ അത് കാരണമായി തീരും. നമുക്കറിയാലോ, ശലോമോനെ പറ്റി രാജാക്കന്മാർ പുസ്തകത്തിൽ പറയുന്നത്, കടൽക്കരയിലെ മണൽത്തരി പോലെ ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രതയില്ലാതിരുന്നു. അവന്റെ ഹൃദയം ദൈവസന്നിധി ഏകാഗ്രതയില്ലാതിരുന്നത് കൊണ്ട് ജ്ഞാനം എത്രയുണ്ടെങ്കിലും കടൽക്കരയിലെ മണൽത്തരി പോലെ ജ്ഞാനമുണ്ടായിട്ടു അവന്റെ ഹൃദയം ദൈവസന്നിധി ഏകാഗ്രത അല്ലാഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? വെപ്പാട്ടികളുടെയും ഭാര്യമാരുടെയും ഇടത്തിനനുസൃതമായി അവൻ പല കാര്യങ്ങൾ ദൈവത്തിനെതിരായി ചെയ്തു. 3 ദുരന്തങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു കയറി. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാ, ഞാൻ ഇതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഇതെല്ലാം മായയാണ്. ലഭ്യമായ കഴിവുകൾ ഒരു നിമിഷം കൊണ്ട് അസ്തമിക്കുക, നേടിയ നന്മകൾ ഒരു നിമിഷം കൊണ്ട് അസ്തമിക്കുക. ഇത് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയോ? ഞാൻ പ്രശംസിക്കുന്നത് എന്റെ ദൈവത്തിൽ ഞാൻ പ്രശംസിക്കാനിടയായിരുന്നു. അടുത്തവിടെ പറഞ്ഞ പ്രകാരം ബലവാ തന്റെ ബലത്തിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾക്കറിയാമോ, ഗോലിയാത്ത് അവൻ ബലവാനാണ്. അവന്റെ കാലിൽ 6 വിരലുകളുണ്ട്. സാധാരണ മനുഷ്യരെക്കാൾ അധികമായി വിരലുകളുള്ളവനായിരുന്നു ഗോലിയാത്ത്. കാലിൽ 6 വിരൽ, കയ്യിൽ 6 വിരൽ. സാധാരണ നിലയിൽ അധികമായ നീളവനുണ്ട്, ബലമുണ്ട്. പക്ഷേ നമ്മുടെ വചനം പറയുന്നു, സൈന്യബലം കൊണ്ട് രാജാവ് എന്ത് ചെയ്യുന്നില്ല? ബലം പ്രാപിക്കുന്നില്ല. മനുഷ്യന്റെ കുതിരകളോ രഥങ്ങളോ അവന് അബലമായി തീരോ. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാ, മനുഷ്യന്റെ ബലമോ ആരോഗ്യമോ അവനെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പറ, എന്റെ ബലം ദൈവം തന്ന ബലമാണ്, എന്റെ ആരോഗ്യം ദൈവം തന്ന ആരോഗ്യമാണ്, എന്റെ കഴിവ് എന്റെ ദൈവം തന്ന കഴിവാണ്. അത് ഞാൻ ദൈവത്തിലാണ് പ്രശംസിക്കുന്നത്, എന്റെ ബലത്തിൽ ഞാൻ പ്രശംസിക്കുകയില്ല. അസീരിയ രാജാവായ
സെൻഗരീബിനെ രക്ഷിക്കോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിവരിക്കാൻ സമയമില്ല. സ്വത്ര ഇസ്രായേൽ ജനത്തെ മുഴുവനും ഇല്ലാതാക്കത്തക്കവണ്ണം അപവാദത്തിന്റെ വാതിൽ മുഴക്കിക്കൊണ്ട് ആ ഹിസ്കിയാവിനെതിരെ ജനത്തിന് വെല്ലുവിളി ഉയർത്തി. എന്താ സംഭവിച്ചത്? രഥങ്ങൾ പലതുകൊണ്ട്, അസംഖ്യ പടനായകന്മാരുണ്ട്, സൈനിക ബലമുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? അവന്റെ ബലത്തിന് ചെയ്യാൻ ഒന്നും കഴിഞ്ഞില്ല, അവന്റെ കരുത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അശൂർ പാളയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ 1,85,000 പേരെ നിഗ്രഹിക്കാൻ ഒരു ഒറ്റ ദൂതൻ ഇറങ്ങിയുള്ളൂ. സെൻഗരീബിന്റെ ബലവും രക്ഷയുടെ ബലവും വഴിമാറി നിന്നോ. അവന് മനോവിപ്രമുണ്ടായി. സെൻഗരീബ് എന്ന രാജാവിന് മനോവിപ്രമുണ്ടായി. അവൻ സ്വന്തം ദേശത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അടുത്തൊരു പശ്ചാത്തല ചരിത്ര പ്രകാരമാണ് അവൻ ക്ഷേത്രത്തിൽ പോയി ഒതുങ്ങേണ്ടി വന്നു. ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭയവിചിതനായി മനോവിപ്രം വന്നിട്ട് പിച്ചുമ്പയും പറഞ്ഞ്, മാത്രമല്ല അവന്റെ സ്വന്തം തലമുറ വന്നിട്ട് ക്ഷേത്രത്തിനകത്ത് കയറി അവനെ വെട്ടിക്കൊള്ളുവാൻ ഇടയാറ്റുന്നു ചരിത്രം പറയുന്നു. ഒരു ദൂത് പറയാ, അവൻ സൈന്യബലമുള്ളവനാണ്, ആരോഗ്യമുള്ളവനായിരുന്നു, ബലശാലിയായിരുന്നു. പക്ഷെ അവന്റെ ബുദ്ധിയെ ദൈവം അബലമാക്കിയപ്പോ അവന്റെ കുലത്തിൽ നിന്ന് തലമുറ എഴുന്നേറ്റ് അവന് വിരോധമായി തീർന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാ, ഞാൻ എവിടെയാണ് പ്രശംസിക്കാനുള്ളത്? ബലവാൻ എവിടെയാണ് പ്രശംസിക്കാനുള്ളത്? തലമുറയെ പ്രശംസിക്കാനില്ല കേട്ടോ, മക്കളെ പ്രശംസിക്കാനില്ല കേട്ടോ, ബലത്തെ പ്രശംസിക്കാനില്ല കേട്ടോ. ഒരു ക്യാൻസർ രോഗം കൊണ്ട് എല്ലാം പോകുന്നതാണ്, ഒരു പനി കൊണ്ട് എല്ലാം പോകുന്നതാണ്, അവൻ കണ്ടുപിടിക്കാത്ത ഒരു രോഗം കൊണ്ട് എല്ലാം പോകുന്നതാണ്. ഇന്ന് പ്രശംസിക്കാനുള്ളത് ദൈവത്തിന്റെ കരുണയുടെ മാത്രമാണ്. വിശ്വസിക്കുന്നുണ്ട് അവൻ കരവിയത്തിൽ കർത്താവിന്റെ സ്വന്തം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ദൈവത്തിന് എളിമപ്പെട്ടുകൊണ്ട്, ഓരോ ദിവസം ദൈവത്തിന് വിനയപ്പെട്ടുകൊണ്ട് ദൈവങ്ങളായി തീർന്നാൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഞാൻ വിവരിക്കുന്നില്ല. ധനവാൻ തന്റെ നിങ്ങൾക്ക് രാജ പറഞ്ഞില്ലേ, ഞാൻ എന്റെ സ്വന്തം ശക്തിയാ ബലം കൊണ്ട് പണിത മഹതിയ, എന്റെ ധനമഹാത്മ്യം കൊണ്ട്, അങ്ങനെ പറയും, എന്റെ ധനമഹാത്മ്യം കൊണ്ട് ഞാൻ പടുത്തെടുത്ത മഹതിയ. എന്താ പരിണിത ഫലം? കാളെ പോലെ ധനവാൻ തന്റെ ധനത്തിൽ. ഒരിക്കൽ ധനവാൻ പറഞ്ഞില്ല, ഒരു ധനവാൻ പറഞ്ഞില്ലേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ഈ ലോകവുമായുള്ള മാത്രമുള്ള പ്രതീക്ഷ. പക്ഷെ ഉടനെ ഒരു വാക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞു, മൂടാ ഈ രാത്രി ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ച, പ്രാണനെ ചോദിച്ചാൽ നീ ഉണ്ടാക്കി വെച്ചത് ഇന്ന് പകൽക്കാലം ദൂരം മനസ്സിലാക്കാൻ എത്ര പേരുണ്ട്? നമ്മുടെ ധനത്തിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല, ആരോഗ്യത്തിൽ പ്രശംസിക്കാൻ കഴിയത്തില്ല. യെഹോവയുടെ ജനമെല്ലാം പറഞ്ഞു, യോ ദേവന്റെ വാക്ക് പോലെ ഇങ്ങനെ വാക്ക് കേൾക്കുന്നു. ഒത്തിരി ആഹാരം കൊടുത്തവനാണ് യെഹോവ. അയൽക്കുള്ള ബലഹീനരായ വ്യക്തികൾക്ക് ആഹാരം കൊടുത്തവനാണ് യെഹോവ. പല കാര്യങ്ങൾ ചെയ്തവനാണ്, ധനം കൊണ്ട് പല കാര്യം ചെയ്തവനാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം യെഹോവന് കൊടുത്തപ്പോ, ദേവനത് തുല്യമായി നിന്റെ നാവായി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ആമേ സ്വർഗത്തിന് ദൈവത്തിന് ദൂതൻ വന്നവനെ തട്ടി അവൻ നിലത്ത് വീണു, കൃമിക്കിരയായി തീർന്നു. ഇന്ന് പറഞ്ഞാൽ ദൂത് പറയാ, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ഞാൻ ഇതിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. എത്ര പേരത് ദൂത് മനസ്സിലാക്കുന്നുണ്ട്? ധനവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പക്ഷെ പ്രശംസിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. പ്രശംസിക്കേണ്ടത് എവിടെയാണ്? അവൻ സദൃശവാക്യം 27:1 വാക്യം അവന് വായിക്കണം. സദൃശവാക്യം 27:1 പ്രശംസിക്കാതിരിക്കേണ്ടത് ഒരു ഭാഗമാണ് പറയുന്നത്. വായിക്കാം. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ജീവിതത്തിൽ എല്ലാം വന്നു കയറി എല്ലാം നന്മ കയ്യിലിരിക്കുമ്പോ നാളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഹലോ, ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, കുഴപ്പമില്ല, നാളെ കുറച്ചുകൂടെ ഓടും എന്ന് ചിന്തിച്ചിരിക്കരുത്. നാളത്തെ ഒരു ദിവസം നിനക്കുള്ളതല്ല. ഹല്ലേലൂയ. എത്ര പേര് ഇത് പകൽ ദൂത് മനസ്സിലാക്കുന്നുണ്ട്? അവൻ നാളത്തെ ദിവസത്തെ നോക്കി പ്രശംസിക്കരുത്. നാം പ്രശംസിക്കേണ്ട ചില കാര്യങ്ങൾ വചനത്തിലുണ്ട്. ഗലാത്യ ലേഖനം 6:14 വാക്യം. മറ്റൊരാൾ യാക്കോബിന്റെ ലേഖനം 1:9 1:9 വാക്യം. ഗലാത്യർ 6:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ അപ്പോ നാം പ്രശംസിക്കേണ്ട ഒന്നാമത്തെ തലം, പ്രശംസിക്കേണ്ടത് 1 ജ്ഞാനം, 2 ധനം, 3
ബലം ഇവയെ പ്രശംസിക്കാതെ പിന്നെ നമ്മൾ എവിടെയാണ് പ്രശംസിക്കേണ്ടത്? കർത്താവിന്റെ ക്രൂശിൽ നാം പ്രശംസിക്കണം. യാക്കോബിന്റെ ലേഖനം 1:9-10 വാക്യങ്ങൾ പെടുന്നു വായി. റോമാലേഖനം 5:3-11 വാക്യങ്ങൾ. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അപ്പോ പ്രശംസിക്കാൻ ഒന്നാമത്തെ തലം ക്രൂശിൽ, 2 എളിമയിൽ പ്രശംസിക്കട്ടെ. സ്തോത്രം. 3 റോമാലേഖനം 5:3-11 വാക്യം പറഞ്ഞു കഷ്ടതയിൽ പ്രശംസിപ്പാനിടയാകണം. കൊരിന്ത്യലേഖനം 11:30 പറയുന്നു ബലഹീനതയിൽ പ്രശംസിപ്പാനിടയാകണം. റോമാലേഖനം 5:2 വാക്യം ദൈവ തേജസ്സിൽ നാം പ്രശംസിക്കുന്നവരാകണം. ഇത് മകക്രമ പ്രാപിച്ച ദൈവമകൾ എന്ന് പറ, ഞാൻ ദൈവത്തിൽ പുകഴുക, ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്റെ ഉള്ളം മറ്റൊന്നിലുമല്ല പ്രശംസിക്കുന്നത്, എന്റെ ഉള്ളം എന്റെ യഹോവയിൽ പ്രശംസിക്കുന്നു. എല്ലാ കണ്ണുകളും വിശ്വസിച്ചാട്ടെ. എനിക്ക് പ്രശംസിക്കാൻ ലോകത്തിൽ ഒന്നുമില്ല, എനിക്ക് പ്രശംസിക്കാൻ യാതൊന്നുമില്ല. അവൻ നിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അവിടുത്തെ സാന്നിധ്യം ഞാൻ പ്രശംസിക്കുന്നു. എത്ര പേര് മകൾ മനസ്സിലാക്കുന്നുണ്ട്? ഉപദേശകനായ ദാവീദ്, ദൈവത്തിൽ പ്രശംസിക്കുന്ന ദാവീദ്, ആരാധകനായ ദാവീദ്. അതുകൊണ്ടാണ് 1-ാം വാക്യം പറഞ്ഞ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. ഇന്ന് പകൽക്കാലം പ്രയാസങ്ങൾ വരുമ്പോ, പ്രതികൂലങ്ങൾ വരുമ്പോ നാം ദൈവത്തെ മറന്നു പോകാറുണ്ടോ? ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ ജീവിതത്തിൽ ഏതൊക്കെ പരിവർത്ത സാങ്കേതിക ജീവിതത്തിൽ വന്നിരുന്നാലും എനിക്ക് എന്റെ ദൈവമായൊരു ബന്ധമുണ്ട്, ദൈവമായിരുന്നാൽ അകമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിലനിന്നേ കഴിയുള്ളൂ എന്നൊരു ആത്മീയനെ തിരിച്ചറിയാൻ കഴിയും. ഇന്ന് പകൽ നമ്മെ ആത്മീയ ആരാധനയ്ക്ക് ഉത്തേജനം നൽകുന്നത് ഈ ആത്മീയ തലങ്ങൾ തിരിച്ചറിയട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇവിടെ ഏറ്റെടുത്ത ദാവീദ് പറയുന്നു, ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ വിടുവിച്ച ദൈവത്തിന് ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. തന്റെ കൂടെ നിന്ന സഹോദരങ്ങളോട്, ബലഹീനരായവരോട്, കടഭാരം അനുഭവിക്കുന്നവരായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായ, തന്റെ ഹൃദയഭവനമായ 600 പേരടങ്ങുന്ന ജനത്തോട് പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും. നിങ്ങൾ ബലഹീനരാണെങ്കിലും എണ്ണത്തിൽ കുറഞ്ഞവരാണെങ്കിലും ആരാധനയ്ക്ക് ഒട്ടും 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 പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇന്നും പറഞ്ഞാൽ ദൂത് പറയാ, ദരിദ്രമുണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിലും നിന്റെ ആരാധനയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തും. ഇന്ന് പകൽ ഏത് സാഹചര്യത്തിലുള്ളവർക്ക് ദൈവത്തെ ആരാധിക്കാം, ഏത് അവസ്ഥയിലേക്ക് ദൈവത്തെ ആരാധിക്കാം. നിന്റെ അവസ്ഥ മാറ്റാൻ കഴിയും ദൈവത്തിന് ആരാധനയ്ക്ക്. നിന്റെ നിലവാരത്തെ വ്യത്യാസപ്പെടുത്താൻ കഴിയും ആരാധനയ്ക്ക്. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും ആരാധനയ്ക്ക്. ആരാധിച്ച മരുഭൂമി, ആരാധിച്ച ജനത്തിന് വേണ്ടി ദൈവം മഞ്ഞ കൊടുക്കാൻ മറന്നില്ല. ദാഹിച്ചു വരേണ്ട ജനത്തിന് വേണ്ടി തീക്കപ്പാറയിൽ നിന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ മറന്നില്ല. കാരണം ദൈവത്തെ ആരാധിച്ച് തപ്പിലോട് നൃത്തത്തോടും മരുഭൂമിയെ കടന്ന ജനത്തിന് ദൈവം ആവശ്യമായത് കരുതി. അവർ ചോദിച്ചിട്ടല്ല നൽകിയത്, അവർക്ക് ആവശ്യമുള്ളത് ദൈവം കരുതി വെച്ചിരുന്നു. ഇത് പകരം നിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നീ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഇത് പകരം എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ കൽപ്പിച്ച ദൂതിനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം. ദൈവവചനത്തുമ്പി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവവ്യാനികളെ പുതിയും യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ മുമ്പാകെ ആമേൻ സ്തോത്രം. ആമേൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കും കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സാഹസത്തെ ഓർത്ത്, മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇന്ന് ഞാൻ വളരെ സന്തോഷവനാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവപ്രിയ ദൈവമക്കളോടൊത്ത് ഞാൻ വളരെ ആഗ്രഹിച്ച കാര്യമാണ് ആമേൻ സ്തോത്രം. ഈ ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധന, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നിച്ചുള്ള ആമേൻ സ്തോത്രം ആരാധന, ഒന്നിച്ചുള്ള ഹല്ലേലൂയ കൂട്ടായ്മയൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് ആമേൻ പാൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ തക്കോളം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം. പ്രിയ കർത്തൃദാസൻ പ്രിയ ജോസഫ് പാസ്റ്ററിന്റെ ആമേൻ സ്തോത്ര ആമേൻ സഹകരണമായി കൂട്ടായ്മയിൽ ആമേൻ ആ ബന്ധവും ഒക്കെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സ്തോത്രം സ്തോത്രം. ആമേൻ എന്റെ മാതാവ് സ്തോത്രം ഇല്ലായിരുന്ന ആമേൻ സമയത്തൊക്കെ ആമേൻ മാതാവിനെ സ്തോത്രം വളരെ താല്പര്യത്തോടെ വീട്ടിൽ ഭവനത്തിൽ പോയി കൂട്ടി ആമേൻ ചെന്ന് ആമേൻ സ്തോത്രം ആമേൻ ആരാധനയ്ക്കായി കൂട്ടി വരുന്ന സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എപ്പോഴും ആ കർത്തദാസിന്റെ സ്നേഹം ആമേൻ ഹല്ലേലൂയ അത് ഹല്ലേലൂയ പറയുവാൻ ആമേൻ കർത്ത വർണ്ണിപ്പാൻ വാക്കുകൾക്ക് ഒരത്രത്തോളം ആമേൻ കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നു. ആമേൻ സ്തോത്രം.
ആ കരുണയ്ക്കായി, ആ മഹാ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇന്നത്തെ പ്രിയ മക്കളെ നമുക്ക് അറിയാവുന്നവരും പലരും പല മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഹാലലിയ സ്തോത്രം പുതിയ മുഖങ്ങളെ കാണുന്നുണ്ട്. സ്തോത്രം. ഇത്രത്തോളം പേർക്ക് ഒന്നിച്ച് ഈ മനോഹരമായ ദൈവസഭയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വഴിയൊരുക്കുന്ന സ്തോത്രം. ഈ സ്തോത്രം ഇതിന്റെ ഡെഡിക്കേഷന് എനിക്ക് കടന്നു വരുവാൻ സാധിച്ചു. എന്നാൽ സ്തോത്രം തുടർന്ന് ഹാലലിയ സ്തോത്രം ആരാധനയ്ക്ക് കടന്നു വരാൻ പല പ്രാവശ്യം ചിന്തിച്ചെങ്കിലും അതിനോട്ടുള്ള സാവകാശം കിട്ടിയില്ല. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന് സകലമായ മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ നിലവുകളെ അറിയുന്ന കർത്താവാണ്. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവാണ്. സ്തോത്രം. സ്തോത്രം. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. ഹാലലിയ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന ഒരു കർത്താവ് സ്തോത്രം നീ ജീവിക്കുന്നു. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. സ്തോത്രം. ആ കർത്താവിന്റെ സ്തോത്ര സ്നേഹത്തിൽ നിൽപ്പാൻ കർത്താവ് നമ്മയൊക്കെ പ്രാപ്തരാക്കി. അതുപോലെ ജിജോ പാസ്റ്ററെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം. കഴിഞ്ഞ കാലിലൊക്കെ ദുബായുടെ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച ദൈവത്തെ മാറ്റപ്പെട്ടാൽ കർത്തനാഥ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ ആത്മീയമായി ഹാലലിയ സ്തോത്രം വളർത്തുവാനും പ്രദേശങ്ങളെ തരുവാനും സ്തോത്രം. ഹാലലി കുഞ്ഞുങ്ങളെ ഹാലലി അതിൻ്റെതായ പക്വതയെ വളർത്തുവാനും ഒക്കെ പ്രിയ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ മാറ്റപ്പെടുത്തുക. കാലങ്ങളൊക്കെ വളരെ ഹാലലിയ സ്തോത്രം ഞങ്ങളുടെ ഹാലലിയ സ്തോത്രം നന്ദിയോടെ ഓർക്കുന്നു. ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. കഴിഞ്ഞൊരു വർഷം ഞാൻ വളരെ അധികമായ ശരീര ക്ലേശങ്ങൾ കൂടി കടന്നുപോയ അനുഭവങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സ്തോത്രം. കഴിഞ്ഞൊരു വർഷം ഒരു മൂന്നാല് സർജറി എന്റെ ശരീരത്തിൽ സ്തോത്രം ഉണ്ടാകുവാനായിരുന്നു. ആദ്യമായിട്ട് മൂക്കിന്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. സ്തോത്രം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സ്തോത്രം ഹാർട്ടിന്റെ ഒരു സ്തോത്രം എൻജിയോപ്ലാസ്റ്റി ആയിരുന്നു. പിന്നെ അതിലെ കണ്ണിന്റെ അറ്റാക്കിംഗ് സർജറി ഉണ്ടായിരുന്നു. ഇതിന്റെ മധ്യത്തിലൊക്കെ സ്തോത്രം സ്തോത്രം ആദ്യത്തെ സർജറി കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ വളരെ അധികമായ അസ്വസ്ഥതയോടെ ഞാൻ അനുഭവിക്കാനിടയായിരുന്നു. സ്തോത്രം. മരണത്തെ മുന്നിൽ കണ്ട ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അതിന്റെ മധ്യത്തിലെ ദൈവം താങ്ങി നോക്കി ഈ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്തദാസനോടൊക്കെ സ്തോത്രം വിഷയങ്ങൾ ഷെയർ ചെയ്തു. സ്തോത്രം. അത് ഹാലലിയ സ്തോത്രം. ഈ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിട്ട് അറിയാൻ കഴിച്ചു. സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ജീവിക്കുന്നവൻ നമുക്ക് ഉത്തരവുള്ള കർത്താവ്. സ്തോത്രം. നമ്മുടെ മരണത്തിൽ നിന്നൊക്കെ വിടിവിക്കുന്ന കർത്താവ് ഇന്ന് ജീവിക്കുന്നു. സ്തോത്രം. അത് എന്റെ ജീവിതത്തിൽ അറിയുവാൻ വേണം. സ്തോത്രം. ദൈവം സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹാലലിയ ആരോഗ്യത്തോടെ സ്തോത്രം ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പല ചുമയുടെയൊക്കെ വളരെ അസ്വസ്ഥതയോടെ ഞാൻ കടന്നുപോയ ദിനങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. ഹാലലിയ വളരെ വളരെ ബുദ്ധിമുട്ടി. സ്തോത്രം. എനിക്ക് ഹാലലിയ ഒന്ന് ശ്വാസമെടുത്ത് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ഞാൻ ആയിത്തീർന്നിട്ടുണ്ട്. സ്തോത്രം. അതിന്റെയൊക്കെ മധ്യത്തില് ഇന്ന് ഹാലലിയ ശക്തിയോടെ സൗഖ്യത്തോടെ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഹാലലിയ സ്തോത്രം ദൈവത്തെ സാക്ഷീകരിക്കാൻ തന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ മാറ്റപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹാലലിയ ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കുമായി ദൈവത്തിന്റെ എല്ലാ കരങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ മാറ്റപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ നന്ദിയോടെ സ്തോത്രം. 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 ഹാലലിയ നന്ദി കർത്താവേ. സ്തോത്രം. യേശുവേ പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. സ്തോത്രം. ദൈവമക്കളെ ഞാൻ ഈ പാട്ട് പാടിയതിന്റെ ഒരു ഉദ്ദേശമാണ്. സ്തോത്രം. നമ്മൾ ഈ പാട്ടുകൾ പാടുന്നുണ്ട്. സ്തോത്രം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ. സ്തോത്രം. ഹാലലിയ. അങ്ങനെ നമ്മുടെ പാടുന്നത് നമ്മുടെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആ യേശുവിന്റെ സ്നേഹമുണ്ടോ? സ്തോത്രം. അത് നമ്മുടെ അനുദിനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പാടുന്നുണ്ട് നമ്മുടെ ഹാലലിയ സ്തോത്രം. ക്രിസ്ത്യൻ ജീവിതം പാട്ടിലോ പ്രസംഗത്തിലോ ആയി തീരരുത്. സ്തോത്രം. അത് പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവരണം. സ്തോത്രം. യേശുവെ പോലെ ആകണം, യേശുവെ പോലെ ജീവിക്കണം, യേശുവെ പോലെ നടക്കണം, യേശുവിന്റെ വാക്കുകൾ കേട്ട് അത് പ്രകാരം സ്തോത്രം നമ്മൾ മുന്നോട്ട് പോകണം. സ്തോത്രം. അതിനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരെയും ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹാലലിയ. സ്തോത്രം. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണയുള്ള കർത്താവാണ്. അല്ലെ? സ്തോത്രം. അവൻ മനസ്സരിയുള്ള കർത്താവാണ്. അവന് ആർദ്രതയുള്ളവനാണ്. സ്തോത്രം. അവൻ സ്നേഹിതനാണ്. അവൻ ഹാലലിയ സ്തോത്രം ദീർഘക്ഷമയുള്ളവൻ. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള കർത്താവ് സ്തോത്രം നമ്മുടെ ഹാലലിയ നമുക്കിടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം. ഹാലലിയ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്തോത്രം ഒരിടത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവം അല്ലല്ലോ. അല്ലെ? ഇറങ്ങി ചെല്ലുന്നതായിരിക്കും. സ്തോത്രം. പ്രതികൂലങ്ങളുടെ അല്ലെ പ്രശ്നങ്ങളുടെ ഇടയിൽ രോഗത്തിന്റെ ഇടയിലേക്ക് വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെ
ഇറങ്ങിച്ചെല്ലുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് തിരുവനന്തപുരത്തിൽ കൂടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ആമി സ്തോത്രം. രോഗികളുടെ ഇടയിൽ ആമി കർത്താവായ യേശുക്രിസ്തു ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു. അതുപോലെ സ്തോത്രം പാപികളുടെ ഇടയിൽ കർത്താവ് ആമി ഇറങ്ങിച്ചെന്നു അവർക്ക് പാപമോചനം കൊടുക്കുന്നു. സ്തോത്രം. ആമി സ്തോത്രം. ആമി സമൂഹത്തിൽ നിന്ന് ആമി വെറുക്കപ്പെട്ട ജീവിതങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് യേശുക്രിസ്തു കടന്നു ചെല്ലുന്നു. അവർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ആമി സ്തോത്രം. ആമി സ്തോത്രം. ആ സമൂഹത്തിന്റെ അവരെ ഹാലലിയ സ്തോത്രം. ആമി സ്തോത്രം അവരവസ്ഥയ്ക്ക് ഉന്നത സ്ഥാനത്തിൽ അവരെ ഇരുത്തുന്നു. സ്തോത്രം. അതുപോലെ ഭൂതഗ്രസ്തരുടെ ഇടയിലേക്ക് കർത്താവ് ആമി കടന്നു ചെല്ലുന്നു. അവരെ ഭൂതഗ്രസ്തത്തിൽ നിന്നും അവരെ വിടിയിച്ചെടുക്കുന്നതായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിട്ട് നമുക്ക് അതിന് തിരുവനന്തപുരത്തിൽ കൂടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹാലലിയ. നമ്മുടെ കർത്താവ് കരുണയുള്ള കർത്താവാണ്. സ്തോത്രം. ഞാനൊരു പെട്ടെന്നൊരു വാക്യം വായിച്ചുകൊണ്ട് ആമി സ്തോത്രം നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 2 മുതലായിട്ടുള്ളൊരു വാക്യം. എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട്, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ സ്തോത്രം നല്ല രീതിയിൽ അറിയാവുന്ന ദൈവങ്ങൾക്ക് ഇതിന്റെ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ അറിയാവുന്ന ഭാഗമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ സ്തോത്രം എന്നെ ഹാലിനെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ കരുണാസമ്പന്നനായ കർത്താവ്. സ്തോത്രം. കരുണയുടെ കർത്താവ്. ഇവിടെ ബെഥസ്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കരുണയുടെ ഭവനം എന്നാണ്. സ്തോത്രം. എന്നാൽ നമുക്ക് ഈ ഹാലലിയ സ്തോത്രം ഈ ഹാലിലെ ഭാഗങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ സ്തോത്രം അവിടെ കനിവില്ലാത്ത കുറെ മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ 38 വർഷം സ്തോത്രം രോഗിയായ പക്ഷപാതക്കാരനായ ഒരു മനുഷ്യൻ ആ കുളക്കടവിൽ കിടക്കുന്നതായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ചു. സ്തോത്രം. സ്തോത്രം. ഇവിടെ ഹാലലിയ സ്തോത്രം ഇവനെ സ്തോത്രം അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. കുളം കലങ്ങുമ്പോൾ ദൂതം വന്ന് കുളം കലക്കുമ്പോൾ അവരെ ഇറക്കാനായിട്ട് ആരും അവിടെ ഇല്ല. സ്തോത്രം. അതിനു മുമ്പായി മറ്റൊരുത്തം വന്ന് ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ സ്തോത്രം ഹാലലിയ സ്തോത്രം കരുണയില്ലാത്ത കുറെ ജനങ്ങൾ സ്തോത്രം അവരുടെ മധ്യത്തിലാണ് ഈ രോഗി കിടക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കരുണാസമ്പന്നനാണ്. സ്തോത്രം. സ്തോത്രം. ആ കർത്താവ് ഹാലലി ഇവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരുണയുള്ള കർത്താവ് സ്തോത്രം ഇവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്തോത്രം അവിടെ പറയുന്നുണ്ട്. എന്താണ് സ്തോത്രം? യജമാനെ സ്തോത്രം. യജമാൻ നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഹാലലിയ അവന് മനസ്സുണ്ടെന്ന് പറഞ്ഞ് സ്തോത്രം അവന് ഉടനെ മനുഷ്യന് സൗഖ്യമായി അവന് സ്തോത്രം അവൻ കിടക്കെടുത്ത് നടന്നു നമുക്ക് തിരുവനന്തപുരം കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതേ ഹാലലിയ സ്തോത്രം. ആ കർത്താവ് അന്നുവരെ ആ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം ഈ കുളം കലങ്ങുമ്പോൾ സ്തോത്രം ദൂരം വന്ന് കുളം കലക്കുമ്പോൾ സ്തോത്രം രോഗി ഒന്ന് ഇറങ്ങണം അവൻ സൗഖ്യമാണ്. അത് അങ്ങനെ തുറന്നു വന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് സ്തോത്രം. അവിടെ കർത്താവ് യേശുക്രിസ്തു അവിടെ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഈ സ്തോത്രം അവിടുത്തെ ആ സിസ്റ്റത്തെ മാറ്റി മറിച്ചുകൊണ്ട് സ്തോത്രം അവിടെ ഹാലലിയ സ്തോത്രം ഈ സ്തോത്രം അവന്റെ വാക്കിനാൽ ദൈവം അവന് സൗഖ്യം കൊടുത്ത് അവനെ പുറത്തു വിടുന്നതായിട്ട് നമുക്ക് കണക്കുന്നത്. അതുപോലെ കർത്താവ് യേശുക്രിസ്തു സ്തോത്രം കുരുടരെ സൗഖ്യമാക്കുന്നു. കുഷ്ഠരോഗിയുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. സ്തോത്രം കൂനിയ സ്ത്രീയെ സൗഖ്യമാക്കുന്നു. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നുണ്ട്. സ്തോത്രം. ഹാലലിയ സ്തോത്രം. കർത്താവിന്റെ സൗഖ്യം എന്ന് പറയുന്നത് സ്തോത്രം അതെല്ലാം ജനം അനുഭവിച്ച് സ്തോത്രം അവിടെ ഹാലലിയ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് നമുക്കൊരു വാക്യം വായിക്കാം. 20 മുതലുള്ള താഴോട്ട് വായിക്കുമ്പോഴേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു.
എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നത്. കണ്ട ഈ പുസ്തകം അപ്പൊ അനേക യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള പുസ്തകത്തിലുള്ള അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പൊ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ എന്തിന്റെയൊക്കെ സൂചനയാണ്. അല്ലെ, അത് നമുക്കറിയാം സൈൻ ബോർഡൊക്കെ കാണിക്കുന്നത് എന്തിന്റെയൊക്കെ ഒരു സൂചനയായിട്ടാണ്. ഇവിടെ ആമിസ്തോത്രം കർത്താവായ യേശുക്രിസ്തു ചെയ്ത എല്ലാ ഓരോ അടയാളങ്ങളും ആമിസ്തോത്രം ഒന്നിന്റേതായ ഒരു ഒന്നിലേക്ക് പോയി ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പൊ അനേക അടയാളങ്ങൾ കർത്താവ് യേശുക്രിസ്തു ചെയ്തു. ഇതൊക്കെ എന്തിനാണ്? ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. അപ്പൊ സ്തോത്ര ക്രിസ്തു സ്തോത്രം. ഇതൊക്കെ നമ്മളിൽ ആ ജീവൻ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ സ്തോത്രം ഈ അടയാളങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന സ്തോത്രം. എന്റെ ദൈവമക്കളെ സ്തോത്രം. സ്തോത്രം നമ്മുടെ ജീവിതത്തിലും സ്തോത്രം സ്തോത്രം ഈ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് എന്റെ കൽപ്പന. സ്തോത്രം. അതേ കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചു. സ്തോത്രം. എങ്ങനെയാ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമ്മൾ തമ്മിൽ സ്നേഹമുള്ളവരായി തമ്മിൽ സ്തോത്രം. നമ്മുടെ സ്തോത്രം ഐക്യതയിലും സ്നേഹത്തിലും വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ ആ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ സ്തോത്രം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. തിരുവനന്തപുരത്തോട് അപ്പോസ്തലൻ പൗലോസൊക്കെ സ്തോത്രം അത് വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുദിനം വളരുവാൻ കഴിയത്തുള്ളൂ. വളർന്ന് നമ്മുടെ കർത്താവിന്റെ പ്രവർത്തിക്കായിട്ട് ദൈവം നമ്മെ ഒരുക്കും. സ്തോത്രം. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മെ അനുദിനം വളർത്തി അവന്റെ ദൗത്യത്തിനായിട്ട് നമ്മെ ഒരുക്കി അയക്കും. സ്തോത്രം. ഒരു നാളും നമ്മളെ രചിപ്പിക്കാതെ വേണം, ഒരു നാളും നമ്മളെ താഴ്ത്തിക്കളയാതെ വേണം. ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കൂടെയുള്ള. സ്തോത്രം. ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാവിലെക്കാലം നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. എഫേഷ്യൻസ് ലേഖനം അതിന്റെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. എഫേഷ്യൻസിന്റെ 5:1 വായിച്ചു. 1-2 വാക്യം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. സ്തോത്രം. അപ്പൊ നമ്മൾ ആരെ അനുകരിക്കേണ്ടത്? ദൈവത്തെ അനുകരിക്കണം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി. അപ്പൊ ക്രിസ്തു എങ്ങനെയാ ദൈവത്തിന്റെ സൗരഭ്യവാസനായി തീർന്നതുപോലെ നമ്മളും സ്തോത്രം നമ്മളും ദൈവത്തിന്റെ ഒരു സൗരഭ്യവാസനായി തീരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. സ്തോത്രം. അതാണ് ലേഖനത്തിൽ നമ്മളെ പഠിക്കുന്നത്. രക്ഷിക്കുന്നവരുടെ ഇടയിലും നശിച്ചുവന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ ഒരു സൗരഭ്യവാസനായി തീരണം എന്നാണ് ദൈവവചനം നമ്മളെ പഠിക്കുന്നത്. അപ്പൊ സ്തോത്രം ആ സൗരഭ്യവാസന എന്ന് പറഞ്ഞ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകണം. സ്തോത്രം. അത് നമ്മളെ കാണുന്നവരെ സ്തോത്രം നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മൾ എവിടെയായിരുന്നാലും ആ സൗരഭ്യവാസനയുള്ളവരായി മറ്റുള്ളവർക്ക് നമ്മളെ അറിയണം. സ്തോത്രം. നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് സ്തോത്രം നമ്മുടെ മുഖത്ത് ദർശിച്ചറിയണം. ഇവനിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ള സ്തോത്രം ഇവരുടെ ക്രിസ്തുവിന്റെ ഭാവം ഇവനിൽ ഉണ്ട് എന്നറിയത്തക്കൊണ്ട് ആ ഒരു സ്തോത്രം സ്തോത്ര സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സ്തോത്രം. ആ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുദിനം വളരുവാനും മറ്റുള്ളവരെ ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനും കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം ആ സൗരഭ്യ പരത്തുന്നവരായി സ്നേഹത്തിൽ നടപ്പാക്കണം. ദൈവം നമ്മെ രാവിലെക്കാളും സഹായിട്ടെ. ഈ ദൈവസഭയിലെ സ്തോത്രം ഓരോ പ്രിയ മക്കളും സ്തോത്രം അതിനായിട്ട് ഒരുങ്ങട്ട. സ്തോത്രം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. സ്തോത്രം. അത് മനസ്സറിഞ്ഞ് സ്തോത്രം അതിൻ്റെതായ ആഴങ്ങളെ മനസ്സിലാക്കി ക്രിസ്തുവിന് ഏറ്റവും പ്രയോജനമുള്ളതായി തരുവാൻ ഈ ദൈവസഭയിൽ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. നോക്കിച്ചോട് ദൈവസഭയിൽ ദൈവം നമ്മെ രക്ഷക യേശുവേ ഇത്ര രക്ഷക യേശുവേ ഇത്ര സ്നേഹം നീ തന്നതാ ഇന്നു ഞാൻ നൽകിയും തുല്യമാണ് എന്നു ഞാൻ നൽകിയും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രിയാബിനും സിസ്റ്ററും ഇന്ന് നമ്മുടെ മധ്യയെ കടന്നു വന്നു. അതിനോട് ബന്ധപ്പെട്ട്
അവർ ഇന്നലെ വൈകിട്ട് അവിടെ കടന്നു വന്ന് ഒന്നിച്ചായിപ്പാണ്ടിയാണ്. ഇന്ന് അവരോടുകൂടെ സഹായം കൂടണമെന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവും കൊണ്ട് ഇന്ന് മറ്റെങ്കിലും കടന്നു പോകാതെ ഇവിടെ തന്നെ അയ്യപ്പാടിയായിരുന്നു. ഇന്ന് കൂടുതൽ വെച്ച് റീജന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ അവിടെ അടുത്ത് തന്നെ ഒരു ചർച്ചയിൽ കടന്നുപോയി ശുശ്രൂഷിച്ചിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള താല്പര്യത്തിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരുടെ വരവ് നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കാരണമാക്കുന്നു. പല പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വരുവാനിടയായിത്തീർന്നു. ഐക്യകോണത്തു നിന്ന് പ്രിയ ജോൺസന്റെ ബ്രദർ കടന്നു വരുവാനിടയായി. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്റെ നൽകേണ്ടതിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തിലുണ്ടായ താല്പര്യപ്രകാരം ഞാൻ ജോൺസനെ വിളിച്ച് ആ ഭവനത്തില് കടന്നു പോകാനിടയായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ച് തീർച്ചയായും നിങ്ങൾ ആരാധനയ്ക്ക് വരണമെന്ന് അധികാരിമായ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം നീക്കുവോക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നാൽ ഞാൻ അധികാരമായി പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ടുണ്ട്. ദൈവം അതിന് അവസരം ഉണ്ടാക്കി ചെയ്യുന്നു. മാതാവ് നിസ്സഹായമായ അനുഭവത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ മിക്കവാറും എന്നെ വിളിക്കാറുണ്ട്. ദൈവം ജീവിതത്തിന്റെ അനുഭവങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. അവരുടെ മാതാവ് വീണ് അസ്ഥി ഒടിഞ്ഞ് കാലിന്റെ തുടയിൽ ഒടിഞ്ഞ് വളരെ ഭാരപ്പെട്ട അനുഭവത്തില്, നിരാശപ്പെട്ട അനുഭവത്തില്, എഴുന്നേക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ അനുഭവത്തില് കഴിഞ്ഞ വർഷം കടന്നുപോയി പ്രാർത്ഥിച്ചു. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ അവിടെ ജീവിപ്പാൻ കഴിയത്തില്ല, നിലനിൽപ്പാൻ കഴിയാത്തൊരു അനുഭവമാണ്. ദൈവം ആ അവസരത്തെ മനസ്സിലാക്കി അത്ഭുതം പ്രവർത്തിച്ചു. പെട്ടെന്ന് ആ മാതാവ് എഴുന്നേറ്റ് നടക്കുവാനിടയായി. അതിനുശേഷം പിന്നെയും ക്യാൻസർ രോഗത്താൽ ബാധിക്കപ്പെട്ടു. ദൈവസന്നിധിയിലെ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കാരണം ജീവിതത്തിലെ നിസ്സഹായതയുടെ അനുഭവത്തിൽ ആരും സഹായിക്കാതിരിക്കുമ്പോഴാണ് കർത്താവ് തന്റെ കരം നീട്ടുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഒരു അടയാളമായിട്ടാണ് പ്രിയ മാതാവിന് നമ്മുടെ മധ്യമാണ്. വാർദ്ധക്യമായി 80-90 അടുത്ത വയസ്സുണ്ട്. ഇതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത് അത്രയും വയസ്സുണ്ട്. സഞ്ചരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവം തന്നെ ബലപ്പെടുത്തി. അതുപോലെ തന്നെ അടയാളപരമായ ഒരു സഹോദരിയാണ് നമ്മുടെ രമാ സിസ്റ്റർ. അവരുടെ കഴുത്ത് 2 പ്രാവശ്യം കഴിച്ചു. ആദ്യം കഴിച്ചത് ദൈവം പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് പ്രാപിച്ചു. വീണ്ടും 2ാമത് ശ്വാസം നാളെ പിടിച്ചു. ഇങ്ങനെ സംസാരിക്കാൻ കഴിവുകൊടുത്തു. ഇന്ന് സഭായത്തിന് ഈ ദിവസങ്ങളൊക്കെ തുടർച്ചയായി സഭാത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത് അത്ഭുത സൃഷ്ടിയാണ്. ഇവിടെ അങ്ങനെ അനേക അത്ഭുതങ്ങളുടെ സൃഷ്ടികളുണ്ട്. എന്നാലും നാം പലപ്പോഴും കണ്ട് വിശ്വസിക്കുകയോ മനസ്സിലാക്കുകയോ ദൈവം നമ്മുടെ ഇടയിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ വർണ്ണിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വ്യക്തികളാണ് സാക്ഷിയുടെ ഹൃദയത്തെ കണ്ടാൽ ആകർഷിച്ചു. ദൈവത്തിന്റെ സന്നദ്ധിയില് നീക്കുപോക്കൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ആഴമായ വിഷയങ്ങളുടെ നടുവിൽ ആശുപത്രിയിലായിരിക്കുന്ന ആ സഹോദരനെ ദൈവം സൗഖ്യമാക്കണം. അതുപോലെ തന്നെ ആ പ്രിയ സഹോദരന്റെ ഭാര്യ റൂമിൽ വരുന്ന സഹോദരന്റെ ഭാര്യ സൗഖ്യമാകണം. ദൈവമൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ. കാരണം പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവരുടെ ജീവിതം നീങ്ങുന്നത്. സ്നാനപ്പെടുവാൻ തീരുമാനിച്ച അമ്മന്റെ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തെ സ്മരിക്കുന്നു. അതായത് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് നടുവിൽ ശൂന്യപ്പെട്ടു പോകുന്ന അനേകരെ ദൈവം അടയാളകരമായി ഉയർത്തുന്നതാണ്. സ്തോത്രം. തീർത്താത്തീരാത്തൊരു ദുഃഖമാണ് ഉണ്ണിയുടെ മരണം. അതുപോലെ സമൂഹത്തിൽ നിന്ന് ചില ജീവിതങ്ങളെ അതേ ആഴത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ ഉയർപ്പിച്ച് ദൈവം ജ്ഞാനികളെ രക്ഷിപ്പാൻ പ്രവർത്തിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നത്. 26-ാം സംഘത്തിന് 7-ാം വാക്യം എടുത്ത് വായിച്ചാൽ 26-ാം സംഘത്തിൽ ഞാൻ കവിവാചം പോലെ ചില വാക്കുകൾ പറഞ്ഞാൻ പോകും. ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു. ഞാൻ നിന്റെ യാഗപീഠത്തെ വലപ്പിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയങ്ങളില് കർത്താവിന്റെ യാഗപീഠത്തെ കുറിച്ച് ചിന്തകൾ 1-2 ദിവസങ്ങൾ ഭരിക്കപ്പെടുവാനിടയായിട്ട് അതിനോട് ബന്ധപ്പെട്ട വർണ്ണാത്മകമായ ചില വിഷയങ്ങളിലൂടെ ഞാൻ പ്രവേശിച്ചാൽ 10, 60, 75 വർഷം പഴക്കമുള്ള
അത് സമാന കൂടാരത്തിന്റെ ഒരു പുസ്തകം ഞാൻ സെർച്ച് ചെയ്തെടുത്ത് അതിൽ നിന്ന് പണ്ട് കാലത്ത് ദേവദാസന്മാർ വ്യാഖ്യാനിച്ച് ആരെഴുതി എന്ന് അറിയാതെ അതിന് പുറന്താളും അകന്താളും പോയിരിക്കുന്ന സാഹചര്യത്തിൽ ആ പുസ്തകം എടുത്ത് സെർച്ച് ചെയ്യുവാൻ ഇടയായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട അനേക പുസ്തകങ്ങൾ കോവിഡ് യാഗപീഠത്തെ കുറിച്ച് സമാന കൂടാരത്തിൽ 7 വിശിഷ്ട ഉപകരണങ്ങളാണ് ഉള്ളത്. സമാന കൂടാരത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ കൂടാരം ഈ കാലത്തിലേക്ക് ഒരു സാദൃശ്യം എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കൂടാരം ഈ കാലത്തിലേക്ക് ഒരു സാദൃശ്യം. ആ കൂടാരം ഈ കാലത്തിലേക്ക് ഒരു സാദൃശ്യം അത്രയെന്ന് എബ്രായ ലേഖനം പറയുക. പഴയ നിയമ കൂടാരത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അർത്ഥവത്തായ നേരായ അനുഭവമാണ് പഴയ നിയമ ആലയം നിലകൊള്ളുന്നത്. ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിന്റെ പരിപൂർണമായ വെളിപ്പെടൽ കാണണമെങ്കിൽ പഴയ നിയമത്തിലെ സമാന കൂടാരത്തിന്റെ അവസ്ഥയിലേക്ക് നാം ദർശനം പ്രാപിക്കേണ്ടതുണ്ട്. പർവ്വതത്തിൽ കാണിച്ച മാതൃകപ്രകാരം പണിയണമെന്ന് മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ കൊടുത്ത ഒരു ആലയത്തിന്റെ ദർശനം കാണാൻ മോശയെ കൊണ്ട് അത് പണിയുവാൻ ഇടയായിത്തീർന്നത്. മോശയ്ക്ക് ഒരിക്കലും പണിയുവാൻ കഴിയാത്തത് സ്വർഗത്തിലെ ആർക്കിടെക്റ്റായി ദൈവം പ്ലാൻ ചെയ്ത ആലയത്തിന്റെ അനുഭവത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹൂദഗോത്രത്തിൽ ഊരിയുടെ മകനായ ബെസലേലിനെ പേരൊലി വിളിച്ച് ദിവ്യജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്ത അതേ മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും കല്ലും സർവ്വവിധ രത്നങ്ങളിലും അതിന്റെ പണി ചെയ്യുവാനും തന്നെ ദിവ്യാത്മാവ് കൊണ്ട് നിറച്ച് ജ്ഞാനവും ബുദ്ധിയും അവന് നൽകിക്കൊടുത്ത അങ്ങനെ മോശ പറഞ്ഞ ആലയത്തിന്റെ സ്കെച്ചും പ്ലാനും ഒരു മനുഷ്യനും വരച്ച് പണിയുവാൻ കഴിയാത്ത നിലയിലിരുന്ന സ്ഥാനത്ത് ബെസലേലിനെയും ഒഹലിയാവിനെയും ദൈവം എഴുന്നേൽപ്പിച്ച് അത് പണിയുവാൻ അത് പണിതരിക്കുന്ന അനുഭവത്തോട് ബന്ധപ്പെട്ട് പുതിയ നിയമ സഭയുടെ യഥാർത്ഥമായ ഒരു ചിത്രം സമാന കൂടാരത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. സമാന കൂടാരത്തിൽ ഉളറയിൽ 7 അതിപ്രധാനമായ ഉപകരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഉപകരണത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് സമാന കൂടാരം ഇരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അതിന്റെ മിറ്റം 4 വശവും മിറ്റമായിട്ട് ഉണ്ട്. അത് തിരശ്ശീല കൊണ്ട് മറച്ചാണ് അതിന് മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുറ്റത്ത് ഫ്രണ്ടിലുള്ള മുറ്റത്ത് ആദ്യം പ്രവേശന കവാടത്തിൽ ഇരിക്കുന്ന ഉപകരണമാണ് യാഗപീഠം. അതിനുശേഷം രണ്ടാമത് സമാന കൂടാരമാകുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഭാഗത്ത് വാതിൽ ഭാഗത്തിരിക്കുന്നതാണ് താമ്രത്തൊട്ടി. അതിനുശേഷം സമാന കൂടാരത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധ സ്ഥലത്തിന്റെ ഭാഗത്ത് 2 പ്രധാന ഉപകരണങ്ങളുണ്ട്. ആ 3 ഉപകരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപകരണം അതേ കാഴ്ചപ്പത്തിന് മേശ, രണ്ടാമത്തെ ഉപകരണം അതേ കവിളുകളാണ്, മൂന്നാമത്തെ ഉപകരണം ധൂപപീഠം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ആ വാതിലിൽ ഇരിക്കുന്ന ഭാഗമാണ് ധൂപപീഠം. അതിനുശേഷം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അതിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന 2 ഉപകരണങ്ങൾ ഒന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഗോവയുടെ നിയമത്തിന്റെ പെട്ടകം. ആ നിയമത്തിന്റെ പെട്ടകത്തിൽ മണ്ണായിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രവും ആരോന്റെ തളർത്ത വടിയും മോശയ്ക്ക് സിനായി പർവ്വതത്തിൽ വെച്ച് ലഭിക്കപ്പെട്ട 2 കൽപ്പലകളും ആ പെട്ടകത്തിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പെട്ടകത്തിന് 3 പലകയായിട്ട് ഒരു പലകയുണ്ട്. ആ പലകയുടെ ഇരു സൈഡിലും കെറൂബ ചെറുവ് വിടർത്തി നിൽക്കുന്ന 2 കെറൂബിന്റെ രൂപമുണ്ട്. ആ രൂപത്തിന്റെ മധ്യഭാഗമായ 3 പലകയാണ് ദൈവത്തിന്റെ കൃപാസനം, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ ഇറങ്ങി വരുന്ന സ്ഥലം. ഈ വിധ അനുഭവത്തിൽ 7 ഉപകരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് സമാന കൂടാരത്തിന്റെ ഭാഗം. ഇത് വിശുദ്ധ തിരുസഭയ്ക്ക് സദൃശമാണ്. അതിപ്രധാനമായി ആലയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത് സമാന കൂടാരം. ആ സമാന കൂടാരത്തിന് ശേഷം ശലോമോൻ ഒരു ആലയം ഭൂമിയിൽ വെച്ച് പണിതു. ആലയം സമാന കൂടാരത്തിന് ഉപകരണങ്ങളെല്ലാം ആലയത്തിൽ ശലോമോൻ പണിത ആലയത്തിൽ ക്രമീകരിപ്പാൻ ഇടയായിട്ടുണ്ട്. അതിനുശേഷം
അതേ സെറുബ്ബാബേലിനാൽ മനോഹരമായ ആലയം പണിയപ്പെട്ടു. ആ ആലയം ശേഷം ഹെരോദാവിനാൽ ഒരു ആലയം പണിയപ്പെട്ടു. അതിനുശേഷം ഇന്ന് ആലയം നിലവിലില്ല. അത് തീത്തോസ് കൈസറിനാൽ തകർക്കപ്പെട്ടതിനാൽ ഇന്ന് ആലയം നിലവിലില്ല. അതിന്റെ ഒരു മതിൽ ഭാഗം മാത്രമേ ഉള്ളൂ. ആ മതിലിനാണ് വിലാപ മതിൽ എന്ന് പറയുന്നത്. എല്ലാ ദൂതന്മാരും യെരൂശലേമിൽ ചെന്ന് ആ വിലാപ മതിലിൽ തലയിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ആ വിലാപ മതിലിന് ശേഷം ആലയം നശിപ്പിച്ച ഭാഗത്ത് ഇന്ന് അലക്സ പള്ളിയാണ്, മുസ്ലിമിന്റെ അലക്സ പള്ളിയാണ് നിലകൊള്ളുന്നത്. സ്തോത്രം. താമസമിന ഇസ്രായേൽ ജനം ഒരു ആലയം പണിയുവാൻ ആ അലക്സ പള്ളി തട്ടിക്കളഞ്ഞിട്ട് ഒരു ആലയം പണിയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അതോടുകൂടെ എന്തുകൊണ്ടാണ് ആലയത്തിന്റെ പണി ആരംഭിക്കാമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആലയത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന തിരുസഭ ഈ ലോകത്തിലുള്ളത് കൊണ്ട് തിരുസഭയുടെ എടുത്തുകൊള്ളപ്പെട്ട ശേഷം മാത്രമേ ആലയം പണി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസ്ഥയോട് ബന്ധപ്പെട്ടാണ് തിരുസഭ ഇവിടെ എടുത്തുകൊള്ളപ്പെടുന്നത്. ആ സഭയാകുന്ന ആലയം ഇവിടെ എടുത്തുകൊള്ളപ്പെടുന്നത്. ആലയം എടുത്തുകൊള്ളപ്പെട്ട ശേഷം ജെറുസലേം ആലയം അതിന്റെ സ്ഥാനത്ത് മനോഹരമായി പണിയപ്പെടും എന്നുള്ളത് ഓർക്കുക. ഒരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിൽ അധികം താമസിക്കുക പൊട്ടിപ്പുറപ്പെടും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതിന്റെ കോളക്കങ്ങളും അതിന്റെ മരീചികളും അതിന്റെ ഇളക്കിപ്പെരുക്കങ്ങളും അതിന്റെ ലക്ഷണങ്ങളും ഈറ്റുനോവുമാണ് ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താമസമിന പാശ്ചാത്യ പൗരസ്ത്യ രണ്ട് ശക്തികൾ വേർതിരിഞ്ഞ് ശക്തമായ ഒരു സംഘടനത്തിലേക്ക് ലോകം മാറ്റപ്പെടാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അനേക മാധ്യമങ്ങളിലൂടെ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായുള്ള ബോധ്യത നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനായി ഒരുങ്ങണം. നിങ്ങളുടെ തലകളെ ഉയർത്തിയാൽ കർത്താവിന്റെ വരവ് നിങ്ങളുടെ വാതിക്കലായിരിക്കുമെന്ന് ഓർത്ത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഓർക്കുന്നു. അതിന്റെ ഒന്നാമത്തെ ഭാഗത്തെ ഈ യെരൂശലേം ദേവാലയത്തിന്റെ അല്ലെങ്കിൽ സമാന കൂടാരത്തിന്റെ ഒന്നാം ഭാഗത്തിരിക്കുന്ന ഉപകരണത്തെ കുറിച്ചാണ് നാം വായിച്ചത്. അത് ദൈവത്തിന്റെ യാഗപീഠത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈകളെ കഴുകുന്നു, ഞാൻ ഇത് യാഗപീഠത്തെ വലം വയ്ക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പ്രാകാരത്തിന്റെ ആദ്യ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു ഉപകരണമാണ് അത് യാഗപീഠം എന്നുള്ളത്. അവിടെ നിത്യം ശുശ്രൂഷിക്കുവാൻ ലേവി ഗോത്രത്തിലെ കേഹാത്യ കുടുംബത്തിൽപ്പെട്ട അഹരോന്റെ പിന്തലമുറക്കാരാണ് ആലയത്തിന്റെ പൂർണ്ണ അധികാരവും ഉത്തരവാദിത്വം ഉള്ളത്. അവരിൽ നിന്നാണ് മഹാപുരോഹിതൻ ഓരോ വർഷത്തിലും ആലയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മഹാപുരോഹിതൻ ഉളവാകുന്നത്. ആ കുടുംബത്തിൽ നിന്നാണ് ലേവി പുരോഹിതന്മാർ ഉളവായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ നിത്യം ഈ യാഗപീഠത്തിൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കും. ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടത്തിലിരിക്കുന്ന ഉപകരണമാണ് യാഗപീഠം. ഏതൊരു വ്യക്തിയും വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ യാഗപീഠത്തെ വലം വെച്ചിട്ടാണ് അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. യാഗപീഠത്തെ വലം വെക്കാതെ യാഗപീഠത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവസഭയിൽ പ്രവേശിക്കാൻ ഈ യാഗപീഠം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗമാകുന്ന ക്രൂശിലെ പരമയാഗത്തിന് യാഗപീഠം സാദൃശ്യമാണ്. യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ ആ യാഗത്തിൽ വിശ്വസിച്ച് ആ യാഗത്തിൽ തങ്ങളെ തന്നെ അർപ്പിച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ സഭയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ എന്നുള്ളത് നാം വാസ്തവമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഈ യാഗപീഠം സമാന കൂടാരത്തിലെ ഉപകരണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ആദ്യം പ്രവേശന കവാടത്തിൽ. അങ്ങനെയെങ്കിൽ ഈ യാഗപീഠത്തിന്റെ ഭാഗത്തൂടെ മാത്രമേ കർത്താവിന്റെ ആലയത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ മാത്രമേ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളൂ. സ്തോത്രം. നാം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർക്കുന്നു എന്ന് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സഭയിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിന്റെ സഭയുടെ അംഗമായി തീരുന്നത് സ്നാനത്താലാണ്. സ്നാനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടുള്ള ഏകീഭവനമാണ്. യേശുവിന്റെ മരണപുനരുത്ഥാനത്തിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പാപസംബന്ധമായി ഞാൻ മരിച്ചുവെന്നും ഞാൻ നീതിക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുമെന്നും വിശ്വസിച്ച് മരിച്ചടക്കപ്പെട്ട് യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് സ്നാനപ്പെട്ട ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം. ക്രിസ്തുവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും സ്നാനത്തിന്റെ പ്രക്രിയയിലൂടെ അടയാളപരമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തോട് ഏകീഭവിക്കാത്ത ആർക്കും ദൈവസഭയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ യാഗപീഠത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നീതീകരണവും ശുദ്ധീകരണവും അത് പ്രാപിക്കുവാൻ കഴിയുള്ളൂ, ദൈവസഭയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന യാഗപീഠമാണ് ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പ് കാൽവരിയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു. രണ്ടാമത് കാണുന്നത് യാഗപീഠം മനുഷ്യനെ എതിരേൽക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ ആദ്യം കാണുന്ന യാഗപീഠമാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലമാണ് യാഗപീഠം. ഇവിടെ വായിക്കപ്പെട്ടപ്പോൾ എനിക്ക് പ്രശംസിക്കുന്ന ദൈവത്തിന് ക്രൂശിലല്ലാതെ ഇല്ലെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഏതൊരു പാപിയും എത്ര പാപം കഴിഞ്ഞുമായിരുന്നാലും ദൈവസഭയിലേക്ക് ദൈവം അവനെ എതിരേൽക്കുന്നത് യാഗപീഠത്തിലൂടെയാണ്. യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ പാപശാന്തി പ്രാപിച്ച് കടന്നു വരുന്ന ഏതൊരു പാപിയെയും അത്യുത്തമമായ അത്യുന്നതനായ സ്വർഗത്തിലെ ദൈവം തന്റെ വിശുദ്ധ സഭയിലേക്ക്, സ്വർഗത്തിലെ ദൈവം ദൈവസഭയിലേക്ക് അവനെ സ്വീകരിക്കും. അങ്ങനെ ഈ യാഗപീഠം ദൈവവും മനുഷ്യനും തമ്മിൽ എതിരേൽക്കുന്ന സ്ഥലമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് യാഗപീഠം. അങ്ങനെ ഈ യാഗപീഠം ആരാധനയ്ക്ക് പ്രഥമ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഉപകരണമാണ്. ആരാധനയുടെ അനുഭവത്തിന്റെ പ്രഥമ ഭാഗം യേശു ക്രിസ്തുവിനുള്ള അർപ്പണം. എന്റെ യേശു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് സർവവും അവിടുന്ന് എനിക്ക് പകരമായി മരിച്ച് പിതാവിന്റെ സന്നിധിയിൽ എന്നോടുള്ള ദൈവത്തിന്റെ കോപം ശമിക്കത്തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നെന്ന് യാതൊരു പാപിയും വിശ്വസിച്ച് ആഗ്രഹിച്ച് സമർപ്പിച്ച് എന്റെ യേശുവിനെ കൈക്കൊള്ളണമെന്ന് എന്ന് പറയുമ്പോൾ അവനെ സ്വീകരിക്കുന്ന സ്ഥലമാണ് യാഗപീഠം. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലുമായിരിക്കുന്ന 7 ഉപകരണങ്ങളിൽ ഏറ്റവും വലിയ ഉപകരണമാണ് യാഗപീഠം. സ്തോത്രം. ഈ യാഗപീഠത്തിൽ 2 തണ്ട് ചെലുത്തി 2 സൈഡിലുമായി 4 പേർക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുവാൻ കഴിയുന്ന ലേവി പുരോഹിതന്മാർക്ക് ചുമന്നുകൊണ്ട് പോകുവാൻ കഴിയുന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആലയത്തിലുള്ള സകല ഉപകരണങ്ങളും ഈ യാഗപീഠത്തിൽ ഉൾക്കൊള്ളും. സ്തോത്രം. പെട്ടകവും അതുപോലെ തന്നെ കൃപാസനവും കാഴ്ചപത്രമേശയും കവിരവിളക്കും അതേ ധൂപപീഠവും അതേ താമ്രത്തൊട്ടിയും ഒരുപോലെ ഉൾക്കൊള്ളത്തക്കവണ്ണം വലുപ്പമേറിയതാണ് ഈ യാഗപീഠം. അതെന്തിനേക്കാണെങ്കിൽ ചോദിച്ചാൽ ദൈവത്തിന്റെ സഭയിലുള്ള സകല ആരാധനയ്ക്കും ഏക കാരണമായിരിക്കുന്നത് എന്റെ യേശു ക്രിസ്തുവിന്റെ കാൽവരിയാണ്. ആ കാൽവരി മരണത്തിലൂടെയാണ് ആരാധനയുടെ സമസ്ത വിഷയവും അടങ്ങിയിരിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല ഇത് സമചതുരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. 5 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ള നിലയിലാണ് സമചതുരമായി യാഗപീഠം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യാഗപീഠത്തിൽ പിറവടുക്കി യാഗമൃഗത്തെ അറുത്ത് അതിന്റെ മാംസം വിറകിന്മേൽ അടുക്കി വെച്ചിരിക്കുമ്പോൾ ഈ തീയ കൊടുത്താൽ അതിന്റെ യഥായോഗ്യമായി അടുക്കിയാൽ
മാംസം അടുക്കി വെക്കുമ്പോൾ അത് സ്തൂപം പോലെ യാഗപീഠത്തിൽ ഇരിക്കും. രീതിയിലാണ് അത് ദീർഘ സമയദ്രമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. Praise the Lord. ആ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ തീ ഏകയാഗത്തിലൂടെ പിടിച്ച് കത്തി കയറുമ്പോൾ അത് ഏക സ്തൂപമായിട്ട് എരിയുന്ന ഒരു സ്തൂപമായിട്ടാണ് ആ തീ നമുക്ക് അനുഭവപ്പെടുന്നത്. Praise the Lord. യാഗത്തിന്റെ ഏക അഗ്രമായി സ്വർഗത്തിലേക്ക് സ്തൂപമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീനാളത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ദൈവ ഇതിന്റെ ആരാധനയുടെ യഥാർത്ഥമായ ആരാധനയുടെ ഏകാഗ്രതയാണ്. തങ്ങളുടെ ഏകാഗ്രതന്മാരായ തന്റെ വിശുദ്ധന്മാർ ദൈവത്തെ ഏകാഗ്രതയോട് ആരാധിക്കുന്ന ഏകാഗ്രമായ തീജ്വാല എരിയുന്ന ആ കാഴ്ചയോടെയാണ് ഏകാഗ്രതയോടാണ് ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വ്യക്തിക്കിടയായി. ഇവിടെ എഴുതി വെച്ചിട്ടില്ല മൊബൈലുകൾ ഉപയോഗിക്കരുത്. മിക്കവാറും ചർച്ചകളിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഓഫാക്കിയിരിക്കണം. ഓഫാക്കിയിട്ടൊന്നുമില്ല, ജീവനോട് ഇരിക്കുക. അലക്ഷ്യമായോ അഗണ്യമായോ ആരും ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ദൈവത്തിന്റെ ആരാധന ഏകാഗ്രമായി അലക്ഷ്യമായി ദൈവത്തെ ആരാധിക്കുന്നത് ശാപഗ്രസ്തമായി തീരും, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. അതിനാണ് ദൈവത്തിന്റെ ദാസന്മാർ വ്യക്തമായി പറയുന്നത് ഏകാഗ്രതയോട് നിങ്ങൾ അല്പസമയം ദൈവസ്ഥനെ എന്നുള്ളെങ്കിലും യാഗപീഠം ഏകാഗ്രമായി ദൈവസ്ഥനെ കത്തുന്ന പോലെ ഏകാഗ്രതയോട് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ 5 എന്നുള്ളത് കൃപയുടെ സംഖ്യയാണ്. സമയദിനം എന്നുള്ളത് സ്തോത്രം എല്ലാ സമത്വത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വാസ്തു പറഞ്ഞു എല്ലാ ജാതി മതസ്ഥരുള്ളവരും നമ്മുടെ കൂട്ടായ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവഗോത്രത്തും കുഞ്ഞാടേ നീ അയക്കപ്പെട്ടു നിന്റെ രക്തത്താൽ സർവഗോത്രത്തും സകല ഭാഷയെന്നും സകല വംശത്തുനിന്നുള്ള അത് എല്ലാവരെയും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുന്നു. അപ്പോ ദൈവത്തിന്റെ സഭയിലേക്ക് സകല വ്യക്തികളും യേശു കാലിലേക്ക് കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സകല ഭൂഷിമാവാസികളുടെ എങ്കിലേക്ക് രക്ഷപ്പെടുന്ന ഭൂമിയുടെ എല്ലാ സീമയിലുള്ള സകല നിവാസികളെയും ആരും ഒഴിച്ചുവിടാതെ എല്ലാവർക്കും സമത്വം ദർശിക്കുവാൻ കഴിയുന്ന ഒരു ദർശനമാണ് യാഗപീഠം നമുക്ക് നൽകുന്നത്. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ വലിയവനും ചെറിയവനും അന്നയാണ്ടി എന്ന് പറയുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. മിക്കവാറും പെന്തക്കോസ്തുകാരുടെ ആരാധനയ്ക്ക് വരുമായിരുന്നു. ആ പുള്ളിക്കാരി വന്ന് ആരാധനയ്ക്ക് നിലത്ത് ഇരിക്കുമ്പോൾ പാസ് എന്ന് പറയാറുണ്ട്, അങ്ങ് ഉയർന്ന് ഇരിക്കാൻ കസാരയിട്ടിട്ടുണ്ട് മാനിക്കപ്പെട്ട അനുഭവത്തിൽ. അദ്ദേഹം പറയും, ആ അന്യജാണ്ടി എന്ന് പറയുന്ന സഹോദരി പറയും, ഞാന് ജഡ്ജി ആയിരിക്കും ലോകത്തിലാണ്, ദൈവത്തിന് മുമ്പിൽ ഞാൻ ആരുമല്ല എന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വലിയവനും ചെറിയവനും സ്തോത്രം പിച്ചക്കാരനും ഏത് വ്യക്തി യാഗപീഠത്തിന് മുമ്പിൽ തുല്യനാണ്. സകലർക്കും യാഗപീഠം തുല്യ അവകാശമാണ്. അതാണ് തിരുമേശ്വര ശുശ്രൂഷയിൽ നാം വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തുന്നത്. എല്ലാവരും ഒരേ ആത്മീയാഹാരം കഴിച്ച് ഒരേ ആത്മീയപാനം കുടിച്ച് ഒരേ രീതിയിൽ കടന്നു പോകുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴമേറിയ സത്യത്തിലേക്ക് ദൈവമക്കൾ ആ ദർശനത്തിലേക്ക് മടങ്ങി വരണം. ദൈവ ആരാധനയില് വലിയവനും ചെറിയവനും രാജാവും അതേ കൃത്യനുമൊന്നുമില്ല. ദാവിദിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവൻ പഞ്ഞൂലങ്കി ധരിച്ച് അവിടെ പെട്ടതിന് മുമ്പിൽ നൃത്തം ചെയ്തപ്പോൾ ശൗലിന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. ശൗൽ രാജാവിന്റെ മകൾ ഇങ്ങനെ ഹൃദയത്തെ പുച്ഛിച്ചു. അതേ ഒരു സാധാരണക്കാരനെ പോലെ അതേ പൊതുജനത്തിന് മുമ്പിൽ അനാവൃതനായി പഞ്ഞുനൂലങ്കി ധരിച്ച് നൃത്തം ചെയ്യുന്ന ദാവീദിനെ ഹൃദയത്തിൽ പുച്ഛിച്ചു. അത് കഴിഞ്ഞ് ദാവീദ് വന്നപ്പോൾ ശൗലിന്റെ മകൾ ശൗലിനോട് പറഞ്ഞു, നീ ഇന്ന് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്നെ തന്നെ അനാവൃതമാക്കി ബലഹീനപ്പെടുത്തിയോ? അവൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ പെട്ടതിന് മുമ്പിൽ ഇനിയും ഇവ അധികമായി ഞാൻ ചെയ്യും. എന്നെ പുൽപ്പുറത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ദൈവം നിന്റെ അപ്പൻ ഇരുന്ന സിംഹാസനം ഇരിക്കുവാൻ
എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നു. ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ ആരുമല്ല എന്നുള്ള ബോധ്യതയിലായിരിക്കണം യാഗപീഠത്തിന്റെ ദർശനം പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ. കൃപയുടെ സംഖ്യയാണ്. എല്ലാവർക്കും ഏത് വ്യക്തിക്കും യാഗപീഠത്തിൽ ദൈവകൃപ ലഭിക്കും. ഏത് അപരാധം ചെയ്താലും ഏത് പാപം ചെയ്താലും അകത്യമോ പാപമായാലും ലംഘനമായാലും ഏത് വ്യക്തിയോടും ക്ഷമിച്ചു കൊടുക്കുന്ന യാഗപീഠം ആ യാഗപീഠം ദൈവസന്നിധിയിലുണ്ട്. ആ യാഗപീഠം നമ്മുടെ വാഴ്ത്തപ്പെട്ട സ്തോത്രത്തിന്റെ പാപത്ര കളിക്കുമ്പോയിരുന്നാലും അധികം പോലെ വെളുപ്പിക്കുക യാഗപീഠത്തിലൂടെ യേശുക്രിസ്തുവിലൂടെ കഴിയുമെന്ന്. യാഗപീഠം കൃപയുടെ വഴിഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. ആ 5 എന്ന് കാണിക്കുന്ന കൃപയുടെ സംഖ്യയാണ്. 4 ഭാഗങ്ങളിലുള്ള ആ 4 ഭാഗത്തും കൃപയുടെ അളവാണുള്ളത്. 4 ഭാഗങ്ങളിലുള്ള സർവ്വ വ്യക്തികൾക്കും കൃപയാൽ ഞാൻ ആയിരിക്കും. കൃപയാലാകും. എല്ലാവരും പറഞ്ഞാട്ട് ഞാൻ ആയിരിക്കും കൃപയാലാകും. കൃപയാൽ ആ പദം ഒന്ന് പറഞ്ഞാട്ട് കൃപയാൽ കൃപയാൽ. അത് മാത്രമല്ല, യാഗപീഠത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് നാം പറഞ്ഞാൽ ഇത് യാഗപീഠം സമാനകൂടാരത്തെ സ്ഥാപിച്ച സമയം മുതൽ നിത്യമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ കൊണ്ട് കത്തപ്പെട്ടു. യാഗപീഠത്തിൽ കത്തുന്ന തീയ് ഒരിക്കലും കെട്ടുപോകുവാൻ പാടില്ല. ആ നിരന്തരമായി കത്തിക്കൊണ്ടിരുന്നു. ഈ തീ എവിടെ നിന്ന് വന്നാണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയാണ് സമാന കൂടാരത്തിൽ യാഗപീഠത്തിൽ കത്തിയത്. നിരന്തരമായി ഈ തീ കൊണ്ട് കത്തിയിരുന്നെങ്കിലും ഈ യാഗപീഠം എരിഞ്ഞു പോയിരുന്നില്ല. യാഗപീഠം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കതിരമരം കൊണ്ടാണ് യാഗപീഠം ഉണ്ടാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നില്ല. കതിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കി യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെയും നമ്മുടെ ജീവിതത്തിലെ മാനുഷ്യ അവസ്ഥയുമാണ് ഈ കതിരമരത്തെ കാണിക്കുന്നത്. കതിരമരങ്ങൾ യാഗപീഠം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, കോവിഡ് ആലയത്തിലെ സമാനകൂടാരത്തിലെ സകല ഉപകരണങ്ങളും സകല അതിന്റെ ഭാഗങ്ങളും അത് തലസ്തോൽ കൊണ്ടും മറ്റു തോൽ കൊണ്ടും ചിത്രതയും നൂറ് കൊണ്ടും നിർമ്മിച്ചെങ്കിലും അതിന്റെ ഔദ്യോഗികമായ സകല ഭാഗങ്ങളും കതിർമരം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. കതിർമരം എന്തിനെ കാണിക്കുന്നു? ശപിക്കപ്പെട്ട മനുഷ്യനെ കാണിക്കുന്നു. യാതൊരു വെട്ടുകാരനും കോടാലിക്ക് വിധേയപ്പെട്ടു കൊടുക്കുവാൻ കഴിയാതെ വളരെ ആരുള്ള പിരിഞ്ഞിരിക്കുന്ന മരമാണ്. അത് വെട്ടിയാൽ ഉടനെ താഴെ വീഴത്തില്ല. ഇന്ന് കട്ടർവാളുണ്ട്, മിഷൻ ഉപയോഗിച്ച് വെട്ടാനായിട്ട് കഴിയും. പക്ഷേ എത്ര കട്ടർവാൾ കൊണ്ട് വെട്ടിയാലും പലരുടെയും വാളിന്റെ പല്ല് കളഞ്ഞ് തകർത്ത് കളയുന്ന, ചില വാളിന്റെ പല്ല് കളഞ്ഞ് തകർത്ത് കളയുന്ന കതിരമരമാണ്. അത് മാത്രമല്ല, ഒരു വാളുകാരനും ഇത് കീറിയെടുത്ത് നിർമ്മലമായ മനോഹരമായ പലകളായി കീറിയെടുക്കുവാൻ വളരെ പ്രയാസമുള്ള അനുഭവമാണ്. ഒരു വാളുകാരനും അത് പ്രയോജനം കീഴ്പ്പെടുത്തില്ല. ആർക്കും കീഴ്പ്പെടാത്ത. നമുക്ക് വലിയ ചെല്ലുമ്പോൾ അറിയാം, തെങ്ങുകൊണ്ട് എന്നാലും തേക്കുകൊണ്ട് എന്നാലും വ്യത്യാസമുണ്ട്. തെങ്ങുകൊണ്ട് എന്നാൽ അവര് പ്രത്യേകിച്ച് പഴയ വാളെടുത്തിട്ട് പഴയ വാൾ, അതിനുവേണ്ടി ശേഷിച്ചിരിക്കുന്ന പഴയ വാളുകൾ ഉപയോഗിച്ച് അത് അറക്കാനായിട്ട്, കാരണം ആരുള്ളത് കൊണ്ട് വാൾ ഒഴിഞ്ഞു പോകാൻ സാധിക്കും. തേക്ക് അറക്കാൻ പുതിയ വാൾ ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ ഏതൊരു അറുപ്പുകാരനോ ഏതൊരു ആശാരിക്കോ ഏതൊരു ഉളിക്കോ വിധേയമാകാതെ, ഏതൊരു ചിന്തയിലിട്ടാലും മിനുസം കിട്ടാതെ, ഗ്ലേസില്ലാത്ത, യാതൊരു നിലയിലും കീഴ്വഴക്കമില്ലാത്ത വൃക്ഷമാണ് കതിരമരം. ദൈവമക്കളെ, ആർക്കും വിധേയപ്പെടാതെ, ഒരു ശക്തിക്കും അധീനപ്പെടാതെ, എല്ലാത്തിലും നിന്നെയും അനുസരണമില്ലാതെ, ദൈവപ്രിയമില്ലാത്തവരായി, വഷളന്മാരായി, മ്ലേച്ഛപരമായി ലോകത്തിന്റെ ചെറിയ വ്യവസ്ഥയിൽ ജീവിച്ച, യാതൊരു ആയുധങ്ങൾക്കും വിധേയപ്പെടാത്ത,
യാതൊരു ശിക്ഷ നടപടിക്കും യോഗ്യമാകാത്ത ഒരു വൃക്ഷമാണ് കതിരമരം. നാം ചിന്തിക്കുമ്പോൾ ശൗലിനെ പൗലോസാക്കി മാറ്റിയത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഈ മാർഗത്തിലുള്ളവരെ പിടിച്ചു കെട്ടി നശിപ്പിക്കുവാനായിട്ട് മഹാവിരോധന്റെ അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വെച്ച് ചുറ്റി നിന്നുന്ന ആ ജ്വാലയാൽ വിധേയപ്പെട്ട് നിലത്ത് വീണ പൗലോസ് ഒരുത്തർക്കും വിധേയപ്പെടാത്ത ദൈവത്തോട് പോലും കർത്താവിനോട് പോലും ചോദിച്ചു, നീ ആരാണ് കർത്താവേ? അവൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നവനായ യേശുവാണ് മുഴുവനെ ഉദച്ചതെന്ന് പറയുവാൻ തക്കൊണ്ടിയായിട്ടു. അത്രയ്ക്ക് വിധേയപ്പെടാത്ത മാനുഷികമായ ഭാഗമാണ് കതിരമരം. ഏതൊരു മനുഷ്യ ജീവിതത്തിന്റെയും അനുഭവങ്ങളെ വിധേയമാക്കി ദൈവസഭയ്ക്ക് യോഗ്യമാക്കി എടുക്കുന്ന വ്യവസ്ഥയുടെ ഒരു ദർശനമാണ് യാഗപീഠത്തിൽ സ്തോത്രം. അത് മാത്രമല്ല, ഈ കതിരമരത്തിലോട്ട് തീ എടുത്താൽ തീയരിച്ചു പോകും. കതിരമരം തീയ്ക്ക് വിധേയമാണ്. പക്ഷേ നാളുകളായിട്ട് തുടർച്ചയായിട്ട് തീ കത്തിയിട്ടും ഈ കതിരമരം കത്തിപ്പോകാത്തതിന് കാരണം എന്ന് ചോദിച്ചാൽ താമ്രം കൊണ്ട് ഇതിന് പൊതിഞ്ഞിരിക്കും. അകവും പൂർവ്വവും താമ്രം കൊണ്ട്. ഫ്ലാസ്കിരിപ്പുണ്ട്. ഫ്ലാസ്കിന്റെ അതേ സിസ്റ്റത്തിലുള്ള തിയറിയാണ് ഇത്. അകവും പൂർവ്വവും താമ്രം കൊണ്ട് പൊതിഞ്ഞത്. ദൈവവേദനയെ അനേക ശോധനകളും പ്രശ്നങ്ങളും നിനക്ക് നേരെ വന്നു. യേശുക്രിസ്തുവിന്റെ കഠിനാനുഭവങ്ങളുടെ അവസ്ഥയാൽ ബോധ്യപ്പെട്ട ഒരു കവചം നിനക്ക് ജീവിതത്തിന് അനേക ഘട്ടങ്ങളിലൂടെ അനേകമായ അനുഭവങ്ങളിലൂടെ പാപനിരമായ വിഷയങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നുപോയപ്പോൾ എന്ത് പോകാതെ ഈ കതിരമരമെന്ന യാഗപീഠത്തെ നിലനിർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിനായ യേശുവിന്റെ കസ്ഥാനുഭവമായിരിക്കുന്ന താമ്രം കൊണ്ട് അതിനെ ആകവും പൊതിഞ്ഞ് നീ അനുഭവിച്ച കഷ്ടങ്ങൾ നീ അനുഭവിച്ചൊന്നല്ല, നീ സഹിച്ചൊന്നല്ല. നിന്നെ കൊണ്ട് അത് സഹിക്കുവാൻ നിനക്ക് കഴിവ് തന്നു, കൃപ തന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നോറും സന്തോഷിപ്പിക്കും. ലോകത്തിൽ കഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ തീയെ ജയിക്കുന്ന ഒരു കവചം ഈ കതിരമരത്തിന് പുറത്തു. ദൈവങ്ങളുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും യാഗപീഠത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ആ കതിരമരമായിരുന്ന മാനുഷ്യ വ്യവസ്ഥകളിൽ നാം എരിഞ്ഞു മാറി സ്വർഗത്തിലെ കഥാവിന്റെ ഒരു സ്വർഗീയ കവചം നമ്മുടെ ജീവിതത്തിൽ. Praise the Lord. Praise the Lord. Praise the Lord. നമ്മൾ ചിന്തിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര അസഹനമായ പ്രശ്നങ്ങൾ ആ തീച്ചൂളയിൽ വീണ ബാലന്മാര് എരിഞ്ഞു പോകാതെ അതേ നമുക്ക് പറയുകയാണ്, നാം 4 ബാലന്മാരെയല്ലോ 3 ബാലന്മാരെയല്ലോ തീയിലിട്ടത്. നാം 4ാമതൊരുവൻ അതേ തീയിൽ കൂടി നടക്കുന്നുണ്ട്. ദൈവവേദിലെ എത്ര ലോകത്തിലെ പ്രലോഭനങ്ങളും പ്രകമനങ്ങളും പ്രശ്നങ്ങളും ഒരു ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴും ഈ കതിരമരമായി നീ എരിഞ്ഞു മാറിപ്പോകാതെ വേണം. നിന്നെ കവചം ചെയ്തിരിക്കുന്ന യേശുവിന്റെ കഥാനുഭവങ്ങളെ തികവ് ഉള്ള ഒരു കവചം നിന്റെ ജീവിതത്തിൽ. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം 118:17 പറയുമ്പോൾ 27 പറയുമ്പോൾ യാഗപീഠത്തിന് കുമ്പളോളം യാഗപശുവിനെ കയറുകൊണ്ട് ഈ യാഗപീഠത്തിന് ഉറക്കം തൂങ്ങിയിരിക്കുക. എനിക്ക് വളരെയധികം ആത്മീയ ചൈതന്യം പകരുന്ന ഒരു വേദഭാഗമായിക്കൊണ്ടാണ് ഈ യാഗപീഠത്തിന് 4 കൊമ്പുകളുണ്ട്. 4 മൂലയിലുമായിട്ട് 4 കൊമ്പുകളുണ്ട്. ഈ 4 കൊമ്പുകൾ എന്തിനെ കാണിക്കും ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ നാനാഭാഗത്തുള്ള ജീവിതങ്ങളുടെ ഉറച്ചു നിൽക്കുവാനുള്ള ഉറപ്പിനെയാണ്, അധികാരത്തെയാണ്, ദൈവിക ശക്തിയാണ്. തിരുവനന്തപുരം പറയുമ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, വിശ്വസിക്കുന്ന നമ്മൾക്ക്
ദൈവശക്തിയാണ്. ഈ കൊമ്പ് ദൈവശക്തിയെ കാണിക്കുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന ഈ യാഗപീഠം, ദൈവജനമാകുന്ന ക്രിസ്തുവാകുന്ന ഈ യാഗപീഠം, ആ സുവിശേഷത്തിന്റെ ശക്തി ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവശക്തിയാണ്. ഈ സുവിശേഷത്തിന്റെ ശക്തി നിലകൊള്ളുന്ന, ദൈവത്തിന്റെ വചനത്തിൽ നിലകൊള്ളുന്ന ദൈവമക്കൾ അകത്തും പുറത്തും ഈ ദൈവവചനം, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു, എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്റെ വചനത്തിൽ വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിലകൊള്ളുന്നുവെങ്കിൽ നിങ്ങളെ താർക്കുവാൻ കഴിയാതെ വേണം. ഇത് ബലത്തിന്റെ ശക്തിയാണ്, ദൈവശക്തിയാണെന്ന്. അത് മാത്രമല്ല, യാഗപീഠത്തിൽ കൊണ്ടുവന്ന മൃഗങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും യാഗപീഠത്തിന്റെ കൊമ്പുകളിലാണ് അതിനെ കിട്ടുന്നത്. യാഗപീഠത്തിന് കൊമ്പുകളോളം യാഗപശുവിന്റെ കരുകൊണ്ട് ചിന്തിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനിയുടെ തോട്ടത്തിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന് സഹിക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ സകല മനുഷ്യവർഗത്തിന്റെയും ആദാം മുതൽ ഇനിയും ജനിപ്പാനിരിക്കുന്ന തലമുറകളായിരിക്കുന്ന സകല മനുഷ്യവർഗത്തിന്റെയും പാപം തന്നെ മേലുണ്ട്. ലോകത്തിന് പ്രഭു വരുന്നു, എന്റെ മേൽ അവൻ അവകാശമില്ലെന്ന് പറയുന്നു. സകല പാപവും ദുഷ്ടപിശാച് അവന്റെ മേലുണ്ട്. സാക്ഷാൽ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നു. സ്തോത്രം. ആ സകല പാപങ്ങളും അവൻ ചുമന്നു കഴിഞ്ഞപ്പോൾ അവൻ വ്യാകുലപ്പെടുവാനും ഭ്രമിക്കുവാനും തുടങ്ങിയെന്നാണ് ഗെത്സമനത്തോട്ടത്തിൽ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് തന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയത് കൊണ്ടാണ് ആ ക്രൂശിലേക്ക് കാര്യം ചെല്ലുവാൻ തന്നെ ബലപ്പെട്ടത്. ആ ക്രൂശിന്റെ അനുഭവത്തിൽ ദൈവത്തിന് ക്രോധം സഹിക്കുവാൻ ആവശ്യമായ ബലം. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ ഇറങ്ങി വായെന്ന് യഹൂദ പരീക്ഷകൾ പറഞ്ഞ സ്ഥാനത്ത് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന യഹൂദ പരീക്ഷകൾക്ക് മറുപടി കൊടുക്കുവാൻ യേശുവിന് കഴിയും. എന്നാൽ പിതാവായ ദൈവം തന്നെ പുത്രനെ സ്നേഹഭാഷം കൊണ്ട് ശക്തമായ ക്രൂശ് സ്തംഭത്തോട് ചേർത്ത് ബന്ധിച്ചതുകൊണ്ട് നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം നിമിത്തം ക്രൂശിൽ ഇറങ്ങി വരാതെ ആ വലിയ ബന്ധം. അങ്ങനെയെങ്കിൽ 3 കാര്യം കൊണ്ടല്ല അവൻ ക്രൂശിൽ നിന്നത്, ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് കാര്യമുണ്ടാകും. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ആർക്കറിയും. കഷ്ടതയുടെ ഏത് പാങ്ങൾക്കോ, ഏത് പ്രലോഭനങ്ങൾക്കോ, ഏത് നന്മയുടെ പ്രലോഭനങ്ങൾക്കോ, ഏതൊരു പ്രശ്നത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ വേർപിരിപ്പാൻ കഴിയാതെ ആ യാഗപീഠത്തിന് കൊമ്പുകളോളം യാഗപുരുഷന്റെ കാര്യമുണ്ട്. യേശു ക്രിസ്തു എന്ന ആ ശക്തിയുള്ള യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ബന്ധിക്കപ്പെട്ട ഒരു ദൈവം തന്നെ യാതൊരു ശത്രുവിനെ തൊടുവാൻ കഴിയും. യാഗപീഠത്തിൽ നിന്ന് ഒരു പിശാചിനും ഒരു ശക്തിക്കും ഒരു മൃഗത്തെ അഴിച്ചുകൊണ്ട് പോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ യാഗപീഠത്തിന് കൊമ്പുകളോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടവരായിരിക്കണം ഓരോ വിശ്വാസികൾ. വിശ്വസികൾ എത്ര പേരുണ്ട്? നിങ്ങൾ ശത്രുവിനോടും നിങ്ങൾക്ക് വരുന്ന പ്രലോഭനങ്ങളോടും സകലത്തോടും നിങ്ങൾ പറയണം, ഞങ്ങൾ യാഗപീഠത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഇത് നയിക്കപ്പെടുവാൻ കഴിയില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവുമായി യാഗമൃഗത്തെ ബന്ധിക്കുന്ന സ്ഥലമാണ് ഈ കൊമ്പുകൾ. സ്തോത്രം. അത് മാത്രമല്ല, യിരെമ്യാ പ്രവചനം വായിക്കപ്പെടുമ്പോൾ ഈ കൊമ്പുകളിൽ മനുഷ്യന്റെ പാപം എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ ഈ യാഗം നടത്തുന്ന രക്തം കൊണ്ട്, യാഗവസ്തുവിന്റെ രക്തം കൊണ്ട് ഈ കൊമ്പുകളിൽ പുരട്ടുന്നതിനാല് മനുഷ്യന്റെ പാപം, യാഗപീഠത്തിൽ കൊമ്പുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാപം മായ്ക്കപ്പെടുന്നു. ആ കൊമ്പുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം ഈ യാഗപീഠത്തിലൂടെ വരുത്തുന്നതിനാൽ യാതൊരു പാപിക്കും നിരാശപ്പെടേണ്ടി വരികയില്ല, ന്യായവിധി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവം തന്നെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് അവൻ ഒഴിയപ്പെടുന്നുവെന്ന് നമുക്ക് അറിയാൻ കഴിയും. അത് മാത്രമല്ല,
ശരണത്തിനായി ഓടി വരുന്ന ഏതൊരു അഭയാർത്ഥിയും യാഗപീഠത്തിന് കൊമ്പിൽ വന്ന് പിടിച്ചാൽ രക്തപ്രതികാരൻ അവനെ തൊടാൻ പാടില്ല. രക്തപ്രതികാരിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ യാഗപീഠത്തിന് കൊമ്പലിലൂടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് അനേക വിഷയങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും ഇതിൻ്റെതായ പൂർണ്ണത എത്തിക്കുവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ വേറൊരു സമയത്ത് ഇതിനെ കുറിച്ച് സംസാരിച്ചു കൊള്ളാം. സ്തോത്രം. ഈ യാഗപീഠം താമര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇത് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളാൽ അതേ തികഞ്ഞവരായി നിലകൊള്ളുവാൻ ലോകത്തിന് കഷ്ടമുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന പോലെ ജയിപ്പാൻ വേണ്ടിയായി തീരണമെന്ന് തിരുവചനത്തില്ല. മാത്രമല്ല ഈ യാഗപീഠം അവര് അതേ ഈ വിശുദ്ധ സ്ഥലത്തുള്ള എല്ലാ ഉപകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേകാത്യരായ അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാർ തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് യാത്ര ചെയ്തു. അവരുടെ യാത്രാമധ്യ മരുഭൂമിയിലെ സഭ യാത്രാമധ്യ ഈ യാഗപീഠത്തിൽ സകല ഉപകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് യാത്ര ചെയ്തു. ഇത് കാണിക്കുന്നത് ഓരോ വിശ്വാസികളും ജീവിതത്തിൽ എപ്പോഴും യാഗപീഠത്തെ ദൈവസന്നിധിയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരായിരിക്കണം. യാഗപീഠത്തിൽ ആരംഭിച്ച് യാഗപീഠത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ട് യാഗപീഠത്തിൽ അസ്തമിക്കുന്നവരായി തീരണം. ക്രൂശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കണം. ഈ യാഗപീഠം ചുമന്നുകൊണ്ട് നടന്ന ലേവ്യ പുരോഹിതന്മാർ ആ ചുമപ്പിന്റെ അനുഭവത്തെ കാണിക്കുന്നത് ക്രൂശിൽ യാത്ര ചെയ്യുന്നവരായിരിക്കണം. യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. അത് മാത്രമല്ല, അടുത്തത് ഞാൻ എനിക്ക് പറയാനുള്ളത്, യാഗപീഠത്തിലെത്തി യാഗപീഠത്തിൽ ഞാൻ ഓർമ്മിച്ചതുപോലെ ഒരിക്കലും കെട്ടുപോകുവാൻ പാടില്ല. ഇത് സ്വർഗത്തിൽ നിറങ്ങിയ തീയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. യഥാർത്ഥമായ യാഗപീഠത്തിലൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ തീയുടെ ജ്വാലയിൽ ഒരു ദൈവവേദന നിറയപ്പെടുവാൻ കഴിയുള്ളൂ. സ്തോത്രം. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന് വാറെടുപ്പാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അവസാനിപ്പിക്കാം. അവന്റെ ചെരുപ്പിന് വാറെടുപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? തീരും പരിശുദ്ധാത്മാവിനെ യാഗം, തീരും പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മമയമായി ആരാധനയുടെ പരിപൂർണ ഭാഗം, ആരാധനയുടെ കേന്ദ്രഭാഗം യാഗപീഠമാണ്. യാഗപീഠത്തിലൂടെ പാളിക്കത്തുന്ന തീയാണ് ദൈവസഭയിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? യഥാർത്ഥമായ യാഗപീഠത്തിന്റെ അനുഭവത്തിലൂടെ കടന്ന പ്രായശ്ചിത്തം പ്രാപിച്ച ദൈവമക്കൾക്കാണ് പരിശുദ്ധാത്മാവിന്റെ തീജ്വാലയുടെ അളവ് പ്രാപിക്കുന്നത്. ആ തീയിലൂടെയാണ് അവൻ ആത്മാ ആരാധന, ആ തീ നിരന്തരം അവനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാതെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരായിരിക്കണം, ആത്മാവിൽ നിറയപ്പെടുന്നവരായിരിക്കണം, ആത്മാവിൽ ഇടപെടാതെ ആരാധിക്കുന്നവരായിരിക്കണം. സ്ഥിരമായി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുന്നവരായിരിക്കണം. പരിശുദ്ധാത്മ ദൈവസഭയിലെ ആരാധന യാഗപീഠവുമായി ബന്ധപ്പെട്ടതാണ്. യാഗപീഠത്തിൽ എറിയപ്പെടുന്ന തീയ് സ്വർഗത്തിൽ നിറങ്ങിയ തീയാണ്, പരിശുദ്ധാത്മാവിന്റെ തീയാണ്. ഈ തീയാണ് ധൂപപീഠത്തിലേക്ക് ഉപയോഗിക്കുന്നത്. ധൂപപീഠത്തിൽ ഉപയോഗിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്ത് ഈ തീയാണ് ഉപയോഗിക്കുന്നത്. യാഗപീഠത്തിലെ കനലാണ് അതിപരിശുദ്ധ സ്ഥലത്തും ധൂപപീഠത്തിലും ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീയുടെ അനുഭവത്താൽ യാഗപീഠത്തിന്റെ ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ അതിന്റെ തീയുടെ അനുഭവം നിരന്തരമായ ഒരു ദൈവവേദനയിൽ കത്തപ്പെട്ടുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മ നിറവുള്ളവരായിരിക്കണം, ആത്മ അഭിഷേകത്തിൽ തുടുമ്പുള്ളവരായിരിക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നിറഞ്ഞ് മുന്നേറുവാൻ ഇടയായിത്തീരണമെങ്കിൽ യഥാർത്ഥമായി യാഗപീഠത്തിൽ വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ. ആ യാഗപീഠത്തിൽ വിധേയപ്പെടുന്ന ഒരു വ്യക്തി അവൻ നിത്യം ആ തീ അവന്റെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. തീ കെട്ടുപോകരുത്. ദൈവത്തിന്റെ ആലയമാകുന്ന, ദൈവത്തിന്റെ സഭയാകുന്ന
ദൈവത്തിന്റെ ജനമാകുന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീയ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിന് ഒരു ശക്തിക്കും അടുത്തു വരുവാൻ കഴിയില്ല. ലോകത്തിന്റെ സകല ശക്തികളെയും കീഴ്പ്പെടുത്തിയത് ഈ യേശു ക്രിസ്തുവിന്റെ പരമയാഗമാണ്. ആ പരമയാഗത്തിലൂടെയുള്ള സമ്പൂർണമായ വിടുതൽ പ്രാപിച്ച് ശക്തിയോട് മുന്നേറുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് ഉപസ്മരിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ പാട്ട് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കരയേറ്റാം. സ്തോത്രകാഴ്ചകൾ പാടിയാണ് ദൈവത്തിന് അർപ്പണം ചെയ്യുവാൻ ഇടയായി തരട്ടെ. ആമേൻ. എല്ലാവരും പറയാം, പാടി ചേർന്ന് പാടി യാഗപീഠത്തോട് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു യാഗം നമ്മിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യാഗപീഠത്തോട് ചേർത്തിരിക്കുന്ന ആട്ടുമൊട്ടുമേക്കാളെ കിടാക്കളെ എന്നോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പോലെ ദൈവമാണ് വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിച്ച്
സുഖാഗ്യമായ ജീവിതം കഴിപ്പാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നല്ലോ. ആ ദൈവജനത്തിന്റെ സ്ഥാനത്തിൽ ഉയരുവാൻ ഈ ആഴ്ച ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാവരും അതിരകത്തോടെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നാവുകളും ദൈവത്തിന് അതിരകത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഈ ദിവസത്തിൽ ദൈവ പദ്ധതികൾ കൂടി ആഗ്രഹിക്കുന്നവർക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ്ഗനാഥനാഥേ, അവിടുത്തെ സന്നിധിയിൽ വലിയതിനും കാര്യപ്പാൻ ദൈവങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് കൃത്യമായ ഇടപെട്ടതിനായി സ്തോത്രം. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രശംസിപ്പാൻ എല്ലാ കാലവും അങ്ങേ വാഴ്ത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യാഗപീഠത്തോട് ചേർന്ന് ഞങ്ങളെ പരിചയപ്പെടുവാൻ ദൈവാത്മാവിടെ യാഗമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭൂഷിക്കുന്ന പൊന്ന് താമരത്തോട് ചേർത്ത് ഞങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിത്യം കത്തുന്നവരായി ആത്മീയ സാന്നിധ്യങ്ങൾ അനുഭവിക്കുന്നവരായി തീരുവാൻ ദൈവമണിയാകണമേ. അടുത്തൊരാഴ്ചയോടെ ജീവിപ്പാനുള്ള മാനുഷിക ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ചെന്നായികളെ നമ്മുടെ കുഞ്ഞാടികളെ പോലെ ഞങ്ങൾ അയക്കണമേ. ഞങ്ങളുടെ ഗമനങ്ങൾ ആത്മനെ കൂടിയിരിക്കണമേ. ആപത്തും അനർത്ഥങ്ങൾ, രോഷങ്ങൾ, പ്രതിസന്ധി, അകാലതകൾ, കെണികൾ, ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ തലമുറകളെയും ദൈവമണികൾ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾക്കായി സ്തോത്രം. നന്മകൾക്കായി സ്തോത്രം. ജനത്തെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള ജനങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ അനുഗ്രഹ വിഷയമായി തീരും. എല്ലാവരും നന്മകളാൽ നിറച്ചാലും സമസ്ത വിഷയം ഏൽപ്പിക്കുന്നു. സകലമാനമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൃപയും ആശ്രിതമേ വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും നമ്മോട് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും പുരോട്ടാണ് സകല വിശുദ്ധന്മാരോടും സകലവാസികളോടും ഇന്നും